നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത പാഠം എന്താണ്ടാ? തുല്യതയിലേക്കാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? തുല്യതയിലേക്ക്. ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്ട സാമ്പത്തിക അസമത്വം, സാമൂഹിക അസമത്വം, പിന്നെ എന്താണ് സർക്കാർ നടപ്പിലാക്കുന്ന ചില ക്ഷേമ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ കാര്യത്തിലോട്ട് പോകും. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്ട സാമ്പത്തിക അസമത്വം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക അസമത്വം? അപ്പോൾ സാമ്പത്തിക അസമത്വം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കി പറയുന്നതാണ് ആ സാമ്പത്തിക അസമത്വം എന്താണ്? സമ്പത്തിൻ്റെ പേരിലുള്ളൊരു അസമത്വം, അതായത് സമ്പത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നതാണ് ഇവിടെ സാമ്പത്തിക അസമത്വം. നമുക്ക് നോക്കാം. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം എന്നിവയുടെ വിതരണത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതാണ്. അപ്പോൾ സാമ്പത്തിക അസമത്വം ഒന്നെങ്കിൽ അവിടെയുള്ള അവരുടെ വരുമാനം അല്ലെങ്കിൽ അവർക്കുള്ള സമ്പത്ത് അതിൻ്റെ പേരിൽ അവർക്ക് കുറവാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് കുറവാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടുന്നു. എന്തൊക്കെ കാര്യത്തിലേക്കാണ് മാറ്റി നിർത്തപ്പെടുന്നത്? ഒന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളിലും, അല്ലെങ്കിൽ തൊഴിലിൻ്റെ കാര്യത്തിലും, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം, പിന്നെ രാഷ്ട്രീയ അധികാരം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അതായത് ഒരു വിഭാഗം ജനങ്ങൾ, അതായത് അവർക്ക് വരുമാനം കുറവാണ്, അവരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് പൈസ കുറവാണ്. അപ്പോൾ അവർ ചില കാര്യങ്ങളിൽ അവർ മാറ്റി നിർത്തപ്പെടുന്നു. എന്തൊക്കെയാണ്? അവർക്ക് വിദ്യാഭ്യാസം നമ്മളിപ്പോൾ കോളേജുകളിലോ സ്കൂളുകളിലോ അഡ്മിഷൻ്റെ കാര്യത്തിലൊക്കെ അവരെ മാറ്റി നിർത്തപ്പെടുന്നു. പിന്നെ ആരോഗ്യ കാര്യത്തിൽ, അതായത് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ അതായത് ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവിടെ നല്ലൊരു ചികിത്സ ലഭിക്കുന്നില്ല. ആ ഒരു രീതിയാണ് സാമ്പത്തിക അസമത്വം. ഓക്കെ, അപ്പോൾ വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നത് സാമ്പത്തിക അസമത്വം എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? തുല്യമായ വിതരണം. എന്തൊക്കെയാണ്? വിഭവങ്ങളുടെ മറ്റും തുല്യമായ വിതരണത്തിലൂടെ, അതായത് ഓരോ വിഭവങ്ങളുടെ തുല്യമായ വിതരണത്തിലൂടെ അവിടെ സാമ്പത്തിക അസമത്വം നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഓരോ ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തുന്നതിനാണ്. പിന്നെ ഓരോ ക്ഷേമ പദ്ധതികളില്ലേ അതായത് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലും ഒരുപാട് പദ്ധതികൾ നിലവിലുണ്ട്. ഈ സാമ്പത്തിക അസമത്വം അതിൻ്റെ പേരിൽ ജനങ്ങളെ മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി സർക്കാർ കൂടുതൽ പദ്ധതികൾ ഇതിനു വേണ്ടിയാണ് പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക അസമത്വം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഒരു മാർക്ക്, ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ഒരു മാർക്കല്ല 2 മാർക്കിനുള്ളത് ഈ ബോക്സിനകത്തുണ്ട്. ഓക്കെ, മിശ്രഭോജനം. അത് രണ്ടുപേരെ ഒരു ഫോട്ടോ എടുത്തിരുന്ന അയ്യ വൈകുണ്ഠസ്വാമി ആരാണെന്ന് നമുക്കറിയാം. അടുത്ത ആരാണ്? സഹോദരൻ അയ്യപ്പൻ ആരാണെന്നറിയാം. അപ്പോൾ ഇവർ നടത്തിയ അവർ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അടിച്ചമർത്തലിനെതിരെ അവർ കൊണ്ടുവന്ന കുറച്ച് ആശയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബോക്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം, അതായത് നമ്മളിപ്പോൾ പണ്ട് എല്ലാവർക്കും ഒത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താണ് കൊണ്ടുവന്നത്? അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഓക്കെ, അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച, അതാ നടക്കുന്ന ഒരു മാർക്ക്. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് പഠിക്കണം. അയ്യ വൈകുണ്ഠസ്വാമി എന്ത് സംഘടനയാണ് സ്ഥാപിച്ചത്? സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാരാണ്? അയ്യ വൈകുണ്ഠസ്വാമി. അദ്ദേഹം സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടത്തിയത്? സമപന്തി ഭോജനം. രണ്ടാമത്തെ മാർക്ക് കിട്ടി. സമപന്തി ഭോജനം നടപ്പിലാക്കിയതാരാണ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി അദ്ദേഹത്തിൻ്റെ ഏത് സംഘടനകളുടെയാണ്? ഏതാണ് ആ സംഘടന പേര്? സമത്വ സമാജം. സമത്വ സമാജം. അടുത്ത നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. കറക്റ്റ് വർഷം മാസം ഡേറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. 1917 മെയ് 29. 1917 മെയ് 29 എവിടെയുണ്ടാ? എറണാകുളം ജില്ലയിലെ ചെറായിൽ. കറക്റ്റ് സ്ഥലം വരെ നൽകിയിട്ടുണ്ട്. ഓക്കെ, 1917 മെയ് 29 എറണാകുളം ജില്ലയിൽ ചെറായിലാണ് സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പോൾ 1917 മെയ് 29 എറണാകുളം ജില്ലയിൽ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ എന്ത് നടത്തി? മിശ്രഭോജനം നടത്തി. എന്ത് നടത്തിയടാ? മിശ്രഭോജനം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം. മിശ്രഭോജനം ആരാണ് സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പൻ. വർഷം ഏതാണ്? 1917 മെയ് 29. എവിടെ? എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. എവിടെയുണ്ട? എറണാകുളം ജില്ലയിൽ
ചെറായി. അപ്പോൾ സഹോദരൻ എന്ന പേര് ഇവിടെ നിന്ന് അദ്ദേഹം സ്ഥാപിച്ചൊരു പത്രത്തിൻ്റെ പേരാണ് സഹോദരൻ. അത് നൽകിയിട്ടുണ്ട്. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. അപ്പോൾ എന്താണ് സഹോദരൻ അയ്യപ്പനെ പറ്റി നമ്മൾ 3 പോയിന്റാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്താണ് നടത്തിയത്? മിശ്രഭോജനം. എന്താണ്ട മിശ്രഭോജനം നടത്തിയതാരണ്ട? സഹോദരൻ അയ്യപ്പൻ. എന്നാണ് 1917 മെയ് 29. 1917 മെയ് 29. ഏത് ജില്ല, ഏത് സ്ഥലം എടുത്തു പറഞ്ഞിട്ടുണ്ട്? എവിടെയുണ്ട? എറണാകുളം ജില്ലയിലെ ചെറായി. എവിടെയുണ്ട? എറണാകുളം ജില്ലയിലെ ചെറായി. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പത്രത്തിൻ്റെ പേര്? സഹോദരൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എന്താണ് പഠിച്ചത്? വൈകുണ്ഠസ്വാമി എന്താണ് സമത്വ സമാജം സ്ഥാപിച്ചു. പിന്നെന്താണ് സമപന്തി ഭോജനം അതിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തി. പിന്നെന്താണ് സഹോദരൻ അയ്യപ്പൻ, സഹോദരൻ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, മിശ്രഭോജനവും പറഞ്ഞു. അതിൻ്റെ കറക്റ്റ് വർഷവും മാസവും ഡേറ്റും പിന്നെ ഏത് ജില്ലയിൽ ഏത് സ്ഥലത്ത് വെച്ച് നടന്നു കൃത്യമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതെല്ലാം കിട്ടിയല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത മേൽമുണ്ട് സമരം ഉണ്ടാ. എന്താണ്ട മേൽമുണ്ട് സമരം? ഓക്കെ, വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവരുന്ന സമരമാണ് മേൽമുണ്ട് സമരം. അപ്പോൾ മേൽമുണ്ട് സമരം എവിടെ ഉള്ളവരാണ്? നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലുള്ള സ്ത്രീകൾ എന്താണ് വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി അവർ നടത്തിയിരുന്നൊരു സമരമാണ് എന്താണ് മേൽമുണ്ട് സമരം. ഓക്കെ, അത് സിമ്പിളാണ്. ഓക്കെ, ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്താണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടാരാണ് തിരുവിതാംകൂർ സർക്കാർ എന്താണ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ മേൽമുണ്ട് സമരം എന്താണ് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ 19-ാം നൂറ്റാണ്ട് ആദ്യം മുതൽ നടന്നിരുന്ന സമരമാണ് മേൽമുണ്ട് സമരം. അപ്പോൾ മേൽമുണ്ട് സമരം എവിടെ നടന്നത്? തെക്കൻ തിരുവിതാംകൂറിലും. എന്നാണ് 19-ാം നൂറ്റാണ്ടിൽ. എന്തിനു വേണ്ടിയാണ്? അവർക്ക് എന്താണ് അവിടുത്തെ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന് വേണ്ടിയായിരുന്നു. എന്നാലും എന്താണ് അവർക്ക് ധാരണത്തിനുള്ള അവകാശം തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് എന്താണ് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എങ്കിലും എന്താണ് വീണ്ടും ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴും എന്താണ് ജാതിയുടെ പേരിൽ എന്താണ് പിന്നീടും അവർക്ക് എന്താണ് തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട വസ്ത്രം എന്താണ് അവർക്ക് ധരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ മേൽമുണ്ട് സമരം എന്താണ് ഒരു ബേസ് കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മേൽമുണ്ട് സമരം എന്താണ് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ നടത്തിയൊരു പ്രക്ഷോഭമാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ നടത്തിയൊരു പ്രക്ഷോഭം എന്താണ് മേൽമുണ്ട് സമരം. ഓക്കെ, പിന്നീട് അവകാശം അവർക്ക് ലഭിച്ചെങ്കിലും എന്താണ് പിന്നീടുള്ള വർഷങ്ങളിൽ എന്താണ് അവർക്ക് പിന്നീടും എന്താണ് ഈ ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വീണ്ടും വരുന്നത് കൊണ്ട് എന്താണ് അവർക്ക് വീണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം പിന്നീട് അവർക്ക് ലഭിച്ചെങ്കിലും പിന്നീട് അവകാശം പിന്നെ പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് നമ്മൾ നോക്കി എളുപ്പമാണ് ആ ബോക്സ്. അടുത്ത ഒരു സംഭവമാണ് പറയുന്നത് നമ്മുടെ അയ്യങ്കാളി പഞ്ചമി എന്ന 5 വയസ്സുള്ള കുട്ടി എന്താണ് സ്കൂളിൽ കൊണ്ടുപോകുന്നതും അതിനുശേഷം നടക്കുന്നൊരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ നമ്മുടെ നവോത്ഥാനം എന്ന പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ഡ്രസ്സിൽ എന്താണ് അതിനെപ്പറ്റിയൊരു ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്ടാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ജാതിയുടെയോ മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ എന്താണ് സ്കൂൾ വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ നൽകിയിരുന്നു. ഓക്കെ, എന്നിട്ടും മേൽജാതിക്കാരെന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാരെന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയില്ല. അപ്പോഴും എന്താണ് അവിടെ തിരുവിതാംകൂർ ഗവൺമെൻറ് എന്താണ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്താണ് അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്താണ് ജാതിയോ മതമോ അതിലൊരു വേർതിരിവും ഇല്ലാതെ എങ്ങനെ 4-ാം ക്ലാസ് വരെയുള്ള എന്താണ് കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം സൗജന്യമായി നൽകിയിരുന്നു. പക്ഷേ അതെന്താണ് എല്ലാ സ്കൂളിലും നടപ്പാക്കിയിരുന്നില്ല. കാരണം എന്താണ് ഈ സ്കൂളുകളുടെ മേലധികാരികൾ ആരാണ്? ഉയർന്ന ജാതിയിലുള്ളവരാണ്. അപ്പോൾ എന്താണ് എന്തായാലും എന്താണ് അവരതിനെ എതിർക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്താണ് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയെ കൈപിടിച്ച് ഊരൂട്ടമ്പലം ഊരൂട്ടമ്പലം സ്കൂളിൽ എന്താണ് അയ്യങ്കാളി എന്താണ് പഞ്ചമി എന്ന ബാലികയും കൊണ്ട് ഊരൂട്ടമ്പലം സ്കൂളിൽ കൊണ്ടുപോവുകയും പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ എന്താണ് അപ്പോൾ പഞ്ചമിയും കൊണ്ട് അയ്യങ്കാളി അവിടെ ചെന്നു. അപ്പോൾ എന്താണ് ആ സ്കൂളിലെ മേലധികാരികൾ എന്താണ് സമ്മതിക്കില്ല. കാരണം എന്താണ് ഒരു കീഴ്ജാതിപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ അവർ ഒരിക്കലും എന്താണ് അവിടെ എന്താണ് അവർക്കവിടെ ആ കുട്ടിക്ക് അവിടെ വിദ്യാഭ്യാസം നൽകാൻ അവർ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ സ്കൂളിനാണ് പിന്നെന്താണ് പിൽക്കാലത്ത് എന്ത് പേര് നൽകി? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേര് നൽകി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ അയ്യങ്കാളി പഞ്ചമി എന്ന കുട്ടിയായിട്ട് അവിടെ ചെല്ലുകയും അപ്പോൾ എന്താണ് അവിടുത്തെ സ്കൂൾ അധികൃതർ എതിർക്കുകയുണ്ടായി. എന്താണ് അവർക്ക് ആ കുട്ടിക്ക് അഡ്മിഷൻ നൽകാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ എന്താണ് അവിടെ എന്താണ് പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ആ സ്കൂളിന് വരെ എന്താണ് സ്കൂളിന് വരെ തീയിടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പിന്നീട് ആ സ്കൂളിൽ എന്താണ് അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെ പേരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേരെന്താണ് ആ ഊരുട്ടമ്പലത്തെ ആ സ്കൂളിൻ്റെ പേരെന്താണ് അയ്യങ്കാളി
പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഇപ്പോൾ ആ സ്കൂളിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ നമ്മളെന്താണ് പറഞ്ഞത്? ഒരു അസമത്വമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ആ കുട്ടിയെ എന്താണ് ജാതിയുടെ പേരിൽ എന്താണ് ആ കുട്ടിക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം എന്താണ് അവിടെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് എന്താണ് അയ്യങ്കാളി വരുന്നത്. നമുക്ക് പറയാം സമത്വ സമാജം സ്ഥാപിച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് 1907 എന്താണ് സമത്വ സമാജമൊക്കെ ആരാണ് അയ്യങ്കാളി സ്ഥാപിച്ചതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സാമ്പത്തിക അസമത്വം എന്താണെന്ന് പറഞ്ഞു. എന്താണ്ട സാമ്പത്തിക അസമത്വം എന്താണ്? സമ്പത്തിൻ്റെ പേരിൽ എന്താണ് വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഇപ്പം നമ്മുടെ തൊഴിലിൻ്റെ കാര്യത്തിലായാലും തൊഴിലവസരങ്ങളുടെ കാര്യത്തിലായിരിക്കും നമുക്ക് ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതിൻ്റെ പേരിലൊക്കെ എന്താണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന പേരിൽ നമ്മളവിടെ മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് സാമ്പത്തിക അസമത്വത്തിൽ നമ്മൾ പറഞ്ഞത്. അടുത്ത് നമ്മൾ എന്താണ് പറയുന്നത്? സാമൂഹ്യ അസമത്വം. എന്താണ്ട സാമൂഹ്യ അസമത്വം? സാമൂഹ്യ അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിൽ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം കാണുന്നു. സാമൂഹിക അസമത്വം ഉന്മൂലനം ചെയ്യുന്ന എന്താണ്? സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്താണ് തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള സർക്കാർ നയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാമൂഹ്യ അസമത്വം? എന്താണ് സാമൂഹ്യ അസമത്വം? എന്താണ് വംശം, ജാതി എന്നിവയുടെ പേരിൽ, അപ്പോൾ വംശത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ എന്താണ് നമുക്ക് ലഭിക്കേണ്ട എന്താണ് നമുക്കിപ്പോൾ ഏതെങ്കിലും എന്താണ് ഒരു കോളേജിലുള്ള അഡ്മിഷൻ ഇതിൻ്റെ പേരിൽ എന്താണ് നമുക്ക് ഇന്ന ജാതിപ്പെട്ട ആളാണ് എന്നതിൻ്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തപ്പെടുന്നു. നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന ജാതിപ്പെട്ട ആളാണ്, നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അതൊക്കെയാണ് എന്താണ് സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് അസമത്വം, അതായത് സാമ്പത്തിക അസമത്വവും സാമൂഹ്യ അസമത്വവും ലഘൂകരിക്കുക, അതായത് സമൂഹത്തിനും തുടച്ചു നീക്കാനുള്ള നയങ്ങൾ എന്താണ് സർക്കാർ രൂപീകരിക്കുന്നു. ആ കുറച്ച് നയങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ അങ്ങോട്ട് പോകാൻ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് സാമൂഹ്യ അസമത്വം, സാമ്പത്തിക അസമത്വം കാര്യം പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ അയ്യങ്കാളി പഞ്ചമി ആ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ആ സ്കൂൾ പിന്നെ തീയിടുന്നതും പിന്നെ എന്താണ് പിൽക്കാലത്ത് ആ സ്കൂളിന് അവരുടെ പേര് നൽകുകയും ചെയ്യുന്നതൊക്കെ എന്താണ് സർക്കാർ ഇതിനെതിരെയുള്ളൊരു ശബ്ദമാണ് സർക്കാർ അവിടെ ഉയർത്തുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് സാമ്പത്തിക അസമത്വം എന്നും എന്താണ് വിദ്യാഭ്യാസ അസമത്വം എന്നും സാമൂഹ്യ ഘടനകൾക്കുള്ളിൽ അസമത്വം എന്നും ഭൂമിശാസ്ത്രപരമായ അസമാനകൾ, ചരിത്രപരമായ ഘടകങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സാമ്പത്തിക അസമത്വത്തെ എന്താണ് സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? വരുമാനത്തിലെ വ്യത്യാസം. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ രണ്ടുപേരും എടുക്കുകയാണെങ്കിൽ എന്താണ് ഒരാൾക്ക് എന്താണ് നല്ല വരുമാനമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അപ്പോൾ അയാൾക്ക് എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോകുമ്പോൾ എന്താണ് അവരുടെ മക്കൾക്ക് എന്താണ് അവർക്ക് കൂടുതൽ മുൻഗണന അവിടെ നൽകുന്നു. ഓക്കെ, ഇപ്പോൾ തൊഴിലില്ലായ്മ എന്താണ് സാമ്പത്തിക അസമത്വം സ്വാധീനിക്കുന്ന ഘടകമാണ്. തൊഴിലില്ലായ്മ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ എന്താണ് അയാളുടെ കയ്യിൽ എന്താണ് അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എന്താണ് അയാൾ എന്താണ് മാറ്റി നിർത്തപ്പെടും. അയാൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ ലഭിക്കാൻ അതൊരു തടസ്സമായിട്ട് മാറും. അടുത്ത എന്താണ് വിഭവങ്ങളുടെ ലഭ്യത കുറവ്. അപ്പോൾ എന്താണ് വിഭവങ്ങളുടെ ലഭ്യത എന്താണ് സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തത് കൂലി ശമ്പളത്തിലെ വ്യത്യാസം. അപ്പോൾ എന്താണ് എല്ലാവർക്കും എന്താണ് ഒരുപോലെ അല്ല ശമ്പളത്തിലുള്ള വിതരണം എന്താണ് എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ താഴെക്കെട്ടിൽ നിൽക്കുന്നവർക്ക് എന്താണ് അവർക്ക് ചെറുകിട ദിവസേന കൂലിയാണ്. അപ്പോൾ അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ തുച്ഛമായുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ദിവസ കൂലി, അതായത് കൂലി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അടുത്ത വിദ്യാഭ്യാസ അസമത്വം. അവിടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള അഭാവം. അപ്പോൾ എന്താണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന, അതായത് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുമ്പോൾ എന്താണ് അവർ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും, അവർക്ക് നല്ല ജോലി കിട്ടും, അതുവഴി അവർക്ക് എന്താണ് നല്ല ശമ്പളം ഒരിയും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എന്താണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ഇല്ല. അടുത്ത എന്താണ് പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. ആ ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത് പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഒരുപോലത്തെ വിദ്യാഭ്യാസം ആയിരിക്കില്ല. ചിലവർക്ക് എന്താണ് ഇപ്പോൾ 7ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പാതി വഴിയിൽ എന്താണ് പഠനം ഉപേക്ഷിക്കേണ്ടവർക്ക് വരും. അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്താൻ സാധിക്കില്ല. അപ്പോൾ അതേ പക്ഷേ എന്താണ് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിച്ച് ഉയർന്ന ജോലി കിട്ടുന്നവർക്ക് എന്തായിരിക്കും അവർക്ക് നല്ലൊരു ശമ്പളം വരുമാനമായിരിക്കും അവർക്ക് മാസം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് വിദ്യാഭ്യാസ അസമത്വമാണ് ഉണ്ടായത്. അടുത്ത എന്താണ് സാമൂഹ്യ ഘടനകൾക്കുള്ളിൽ അസമത്വം. നേരത്തെ പറഞ്ഞു എന്താണ് സാമൂഹ്യ അസമത്വം നമ്മൾ പറഞ്ഞു ജാതിയുടെയോ മതത്തിൻ്റെയോ അയാൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരിൽ പോലും എന്താണ് അവരെ വേർതിരിവ് അവിടെ നടക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം, അതായത് ഇപ്പോൾ ഓരോ സാമൂഹിക കീഴ്വഴക്കങ്ങളില്ലേ, ഇന്ന ഇതിൽ ജാതിയിൽപ്പെട്ടവർ നമ്മുടെ നാട്ടിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോകാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ പ്രാകൃതമായ രീതിയിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണ്, നമ്മുടെ സാമൂഹിക ഘടനകൾക്കുള്ളിൽ അസമത്വമാണ്. അപ്പോൾ എന്താണ്, ജാതി, വംശം, പ്രദേശം പറഞ്ഞു. പിന്നെ എന്താണ്, ഒരു കുറച്ച് സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ചില കീഴ്വഴക്കങ്ങളൊക്കെ എന്താണ്, സാമൂഹിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പത്തിക അസമത്വത്തെ നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ അത് സ്വാധീനിക്കും. അയാൾക്ക് എന്താണ് വരുമാനം, നമ്മൾ തൊഴിലില്ലായ്മ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് എന്ത് പറയാം, വരുമാനത്തിലുള്ള വ്യത്യാസം പറയാം. പിന്നെന്താണ്, കൂലി, അതെല്ലാം ആ 3 പോയിൻ്റ് കണക്ട് ചെയ്ത് പറയുന്നതാണ്. എന്താണ്, തൊഴിലില്ലായ്മ, വരുമാനത്തിലുള്ള വ്യത്യാസം, പിന്നെന്താണ് അയാൾക്ക് കിട്ടുന്ന ദിവസേനയുള്ള കൂലി അല്ലെങ്കിൽ ശമ്പളം അതിലുള്ള വ്യത്യാസം. പിന്നെ എന്താണ്, വിദ്യാഭ്യാസ അസമത്വം, നമ്മൾ പറഞ്ഞു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇതിലുള്ള അഭാവം. അടുത്ത എന്താണ്, സാമൂഹിക ഘടന. അപ്പോൾ എന്താണ് സാമൂഹിക ഘടന, നമ്മൾ എന്താണ് പറഞ്ഞത്, ജാതി, വംശം, പിന്നെന്താണ് ഓരോ പ്രദേശം നിലനിൽക്കുന്ന സാമൂഹിക വഴക്കങ്ങൾ, ഇതൊക്കെ എന്താണ് എന്തിനെ സ്വാധീനിക്കുന്നതാണ്, സാമൂഹിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത എന്താണ്, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പം നഗരങ്ങളിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരിക്കലും ഗ്രാമങ്ങളിൽ ലഭിക്കുന്നു. നഗരങ്ങളിൽ എന്താണ്, നല്ല ഗതാഗത സൗകര്യമുണ്ട്, നല്ല റോഡുകളുണ്ട്. ഓക്കെ, എന്നാൽ ഗ്രാമങ്ങളിലോട്ട് വരുമ്പോൾ എന്താണ്, റോഡുകൾ നഗരങ്ങളിലുള്ളത് പോലെയുള്ള എന്താണ് നല്ല റോഡുകളൊന്നും ഗ്രാമങ്ങളിലില്ല. എന്താണ്, അവർക്ക് ഗതാഗത സൗകര്യവും കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു വേർതിരിവുണ്ടായി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ പേരിൽ എന്താണ് അവിടെ ഒരു അസമത്വം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്, ചരിത്രപരമായ ഘടകങ്ങൾ. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ചരിത്രപരമായ ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ് കോളനിവൽക്കരണം, പിന്നെന്താണ് നമ്മൾ അടിമത്തവും, പിന്നെന്താണ് അവരെന്താണ് അടിച്ചമർത്തി നിർത്തുന്നത്, അവരിപ്പോഴും എന്താണ് അവരെങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ ചരിത്രപരമായ ഘടകങ്ങളാണ് പറഞ്ഞത് എന്താണ്, അടിമത്തവും അടിച്ചമർത്തലും കോളനിവൽക്കരണവും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഓടിച്ച് പറയാം. സാമ്പത്തിക അസമത്വം കിട്ടുന്നത് തൊഴിലിനെ വെച്ച് നമുക്ക് 3 പോയിന്റ് നമുക്ക് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, വരുമാനത്തിലുള്ള അസമത്വം, തൊഴിലില്ലായ്മ, പിന്നെന്താണ് അവർക്ക് ശമ്പളത്തിലുണ്ടാകുന്ന വിതരണത്തിലുള്ള വ്യത്യാസം, പിന്നെന്താണ് അവർക്ക് ലഭിക്കുന്ന വിഭവങ്ങളുടെ വ്യത്യാസം, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമില്ല, പിന്നെന്താണ് ഭൂമിശാസ്ത്രപരമായുള്ള കാര്യങ്ങൾ. അപ്പോൾ നഗരങ്ങളിൽ കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്താണ് ഗ്രാമങ്ങളിൽ ലഭിക്കില്ല. അപ്പോൾ അവിടെ ഒരു വേർതിരിവുണ്ടായി. പിന്നെന്താണ് ചരിത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അടിച്ചമർത്തലുകൾ, അടിമത്തം, പിന്നെന്താണ് കോളനിവൽക്കരണം. ഓക്കെ, അടുത്ത സാമൂഹിക ഘടന ഉള്ള അസമത്വം നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ്, ജാതിയുടെയോ വംശത്തിൻ്റെയോ, പിന്നെന്താണ് ഇപ്പോഴും എന്താണ് ചില സമൂഹത്തിൽ നിൽക്കുന്ന കീഴ്വഴക്കങ്ങളുടെയോ ആചാരങ്ങളുടെ പേരിൽ എന്താണ് അങ്ങനെ ഒരു വേർതിരിവ് ഒരു സമൂഹത്തോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഈ അസമത്വത്തെ സ്വാധീനിക്കുന്ന, സാമൂഹിക അസമത്വത്തെ, സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളാണ് പറയുന്നത്. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. നമ്മളത് അങ്ങോട്ട് പോകുന്നതോടെ നമ്മൾ പഠിക്കും, കുറച്ച് പദ്ധതികൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അടുത്ത് എന്താണ് ക്ഷേമ പെൻഷൻ. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ഈ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ലഘൂകരിക്കാൻ എന്താണ് സർക്കാർ കുറച്ച് പരിപാടികൾ കൊണ്ടുവരുന്നു, അല്ലെ പദ്ധതികൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അതിലൊന്നാണ് എന്താണ് ക്ഷേമ പെൻഷനുകൾ. അപ്പോൾ എന്താണ് ക്ഷേമ പെൻഷനുകൾ, സാമൂഹിക സാമ്പത്തിക ഭിന്നാവസ്ഥ, എന്താ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാമെന്നുള്ള ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിക്കുന്ന എന്താണ് ക്ഷേമ പെൻഷനുകൾ. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ എന്താണ് സാമൂഹികവും സാമ്പത്തികമായി എന്താണ് പുറകോട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങളെ എന്താണ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ നടപ്പിലാക്കിയ എന്താണ് ക്ഷേമ പെൻഷനുകൾ. അടുത്ത് നമ്മൾ എന്താണ് നോക്കുന്നത്, ഈ ക്ഷേമ പെൻഷനുകൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ ആർക്കാണ് വിധവകൾക്ക് ലഭിക്കുന്നുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള എന്താണ് അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ എന്താ മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക്, വിധവകൾക്ക്, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കും പിന്നെ എന്താണ് കർഷക തൊഴിലാളികൾക്കും എന്താണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ഈ 2 പോയിന്റ് നിങ്ങൾ നോക്കി വെച്ചു. എന്താണ് ഈ ഒരു പോയിന്റ് 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, എന്താണ് താഴെ പറയുന്നവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, താഴെ പറയുന്നവർ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയെന്ന് പറഞ്ഞ് ഈ ഇത്രയും പോയിന്റ് തന്നിട്ട് ഇതിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ആദ്യമേ നമ്മൾ ഇതുവരെ എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്നതാണ് മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർക്കും, വിധവകളും, കർഷക തൊഴിലാളി ലോജിക്ക് വെച്ചടിക്കാം. ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇത് വെച്ച് എന്താണ് നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ഇത് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കും, നല്ലൊരു ചോദ്യം ചോദിക്കാൻ പറ്റിയൊരു മേഖലയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന ആർക്കൊക്കെ നോക്കി. കർഷക തൊഴിലാളികൾ, എന്താണ് മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ് ഒന്നും എന്താണ് 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്ഷേമ പെൻഷനുകളാണ് സർക്കാർ നൽകുന്നത്? ഒന്നെന്താണ് കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ വാങ്ങിക്കുന്ന എന്താണ് വാർദ്ധക്യകാല പെൻഷനൊക്കെ എന്താണ് ക്ഷേമ പെൻഷൻ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇവിടെ നോക്കിയത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മളവിടെ നോക്കിയത്. ഓക്കെ, അടുത്ത സ്കോളർഷിപ്പുകൾ. അതായത് എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സർക്കാർ നടപ്പിലാക്കുന്നതാണ് സ്കോളർഷിപ്പുകൾ. അതായത് എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നല്ല പഠനത്തിൽ മികവ് കാണിക്കുന്ന കുട്ടികൾക്ക് എന്താണ് അവർക്ക് എന്താണ് കൂടുതൽ പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നതാണ് സ്കോളർഷിപ്പുകൾ. ഓക്കെ, വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്, പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പുകൾ എന്താണ് നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് എന്താണ് അവരുടെ സാമ്പത്തികം വളരെയധികം ബാധിക്കുമ്പോൾ എന്താണ് അവർക്കെന്താണ് സാമ്പത്തികമായി ഒരു കൈത്താങ്ങ് കൊടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്താണ് സ്കോളർഷിപ്പുകൾ. അതിനൊരു ഉദാഹരണം നമ്മൾ എന്താണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പെൻഷൻ പറഞ്ഞു, എന്താണ് പെൻഷന് ആർക്കൊക്കെ പെൻഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കർഷക തൊഴിലാളി പെൻഷനെ പറ്റി പറഞ്ഞു. പിന്നെ വാർദ്ധക്യകാല പെൻഷനെ പറ്റിയും പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? സ്കോളർഷിപ്പും പറഞ്ഞു. അതിനൊരു ഉദാഹരണവും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ് ഈ സബ്സിഡി എന്ന് പറയുന്നത്? സബ്സിഡി എന്താണ്ട? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയാണ്ട സബ്സിഡി. അപ്പോൾ എന്താണ്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയാണ്. അതെന്താണ് സാമ്പത്തികമായുള്ളൊരു ആനുകൂല്യമോ പിന്തുണയാണ് എന്താണ്ട സബ്സിഡി. ഓക്കെ, നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. അപ്പോൾ എന്താണ് നേരിട്ടും സബ്സിഡി നൽകാം, നേരിട്ടല്ലാതെ എന്താണ് സബ്സിഡികൾ സർക്കാരിന് നൽകാവുന്നതാണ്. ഓക്കെ, പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡി സൂചിപ്പിക്കുന്നു. അപ്പോൾ പണമായി നൽകുന്നു, അപ്പോൾ എന്താണ് നേരിട്ട് അവർക്ക് പൈസയായിട്ട് അതായത് ക്യാഷായിട്ട് കൊടുക്കുകയാണെന്നാണ് അത് നേരിട്ടുള്ള സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകളിൽ എന്തെങ്കിലും ഇളവല്ലേ, നമ്മളെ വായ്പയുടെ പലിശയിൽ എന്തെങ്കിലും ഇളവൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നേരിട്ടല്ലാതെയുള്ള സബ്സിഡി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ന് പറയാം പരോക്ഷ സബ്സിഡി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സബ്സിഡി എന്താണ്ട നമ്മുടെ സർക്കാർ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ആർക്കൊക്കെ നൽകാം? വ്യക്തികൾക്ക് നൽകാം, സ്ഥാപനങ്ങൾക്ക് നൽകാം. എന്താണ് നേരിട്ടോ അല്ലാതെയോ നൽകുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ടുള്ള സബ്സിഡി എന്താണ് നേരിട്ടുള്ള സബ്സിഡി? പണം, അതായത് പണമായി നേരിട്ട് നൽകുകയാണെങ്കിൽ എന്താണ് നേരിട്ടുള്ള സബ്സിഡി എന്ന് പറയും. അതെന്താണ് പ്രത്യക്ഷ സബ്സിഡി എന്ന് നമുക്ക് പറയാം. അപ്പോൾ പരോക്ഷ സബ്സിഡി എന്താണ്? ഇപ്പോൾ അവരെന്തെങ്കിലും ഇപ്പോൾ ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ എന്തെങ്കിലും വായ്പ എടുത്തു, അവർക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്താണ് അതിലെ പലിശയ്ക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ് പരോക്ഷ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡി എന്താണെന്ന് പറഞ്ഞു, പ്രത്യക്ഷ സബ്സിഡി എന്താണ്, പരോക്ഷ സബ്സിഡി എന്താണെന്ന് നമ്മളവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സർക്കാർ എന്താണ് വിവിധ പദ്ധതികൾ, അതായത് നമ്മുടെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ അസമത്വങ്ങളൊക്കെ തുടച്ചു നീക്കി എല്ലാ ജനവിഭാഗങ്ങളെയും എന്താണ് ഒരു കുടക്കീഴിൽ ലഭിക്കുക, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. എന്താണ് അവർക്ക് ഒന്നിൻ്റെയും പേരിൽ എന്താണ് അവരെ വേർതിരിച്ച് നിർത്താൻ പാടില്ല എന്നുള്ള ഇതിനു വേണ്ടി സർക്കാർ കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാമത്തേണ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഗ്രാമീണ മേഖലയിൽ അപ്പോൾ ഇതെന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമത്തിലുള്ളവർക്കാണ്. ഓക്കെ, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത ജോലിയാണ് അവർക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്നു. ഓക്കെ, അവർക്ക് എത്ര ജോലിയാണ് കൊടുക്കുന്ന വർഷത്തിൽ എന്താണ് 100 കുറയാത്ത വർഷത്തിൽ 100 ദിവസത്തിൽ കുറയാത്ത ജോലിയാണ് ലഭിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ടോ, അവിദഗ്ധ കായിക തൊഴിലാളികളാണ് ഇതിലൂടെ ഉറപ്പാക്കുന്നത്. അപ്പോൾ എന്താണ് അവിദഗ്ധ കായിക തൊഴിലാണ് ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ ആരൊക്കെ ഇതിലുണ്ട്? ഈ പദ്ധതി വിഹിതം നടക്കുന്ന ആരൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ്ട എന്തിനാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്തിനാണ് നടപ്പിലാക്കുന്ന? ഒന്നെന്താണ് ദാരിദ്ര്യം ലഘൂകരിക്കുക. എവിടുത്തെ ദാരിദ്ര്യം ലഘൂകരിക്കുക? ഗ്രാമങ്ങളിലെ. എവിടെയുണ്ട? ഗ്രാമങ്ങളിലെ. അവർക്ക് എത്ര ജോലി പണി കൊടുക്കുന്നു? 100 ഒരു വർഷത്തിൽ 100 കുറയാത്ത, ഒരു വർഷത്തിൽ എത്രയുണ്ട? 100 കുറയാത്ത. പിന്നെന്താണ് 18 വയസ്സിന് മുകളിലായിരിക്കണം. ഓക്കെ, ഈ പദ്ധതി വഴി ലഭിക്കുന്ന ആർക്കാണ്? 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. എങ്ങനെയാണ്? അവിദഗ്ധ കായിക തൊഴിലാണ് കിട്ടുന്നത്. അതൊക്കെ എന്താ അവിദഗ്ധ കായിക തൊഴിലാണ് എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്നത്. ഓക്കെ,
അടുത്ത് നോക്കാം, നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന 2 പദ്ധതികളാണ് ലൈഫ് മിഷനും തീരമൈത്രി. ഏതാണ്ട ലൈഫ് മിഷനും തീരമൈത്രി. ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ആർക്കൊക്കെയാണ് കേരളത്തിലുള്ള എല്ലാ ഭൂരഹിതർക്കും എന്താണ് സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്കും പിന്നെന്താണ് ഭൂരഹിത ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാകാത്തവർക്കും. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയുണ്ട ഭൂരഹിതർക്കും പിന്നെന്താണ് ഭൂരഹിത ഭവനരഹിതർക്കും പിന്നെന്താണ് ഭവനം പൂർത്തിയാകാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യമായൊരു പാർപ്പിട സൗകര്യം നൽകുന്നു. അപ്പോൾ ലൈഫ് മിഷൻ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? അതിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. എന്താണ്? ഒന്ന്, എല്ലാ ഭൂരഹിതർക്കും സ്വന്തമായി ഭൂമിയില്ല. പിന്നെന്താണ് ഭൂരഹിത ഭവനരഹിതർക്കും അവർക്ക് സ്ഥലവും ഇല്ല, വീടും ഇല്ല. പിന്നെന്താണ് ഭവനം പൂർത്തിയാകാത്തവർക്ക് ഇപ്പോൾ പാതി വഴിയിൽ അവർക്ക് വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അവർ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്നവരായിരിക്കണം. ഓക്കെ, ഭവനം പൂർത്തിയാകാത്തവർക്കും പിന്നെന്താണ് അവർക്ക് നിലവിലുള്ള വീട് ഇനി താമസ സൗകര്യത്തിന് ഒട്ടും യോഗ്യമല്ല എന്നുള്ളവർക്കാണ് ലൈഫ് മിഷൻ വഴി അവർക്ക് മാന്യമായ വാസയോഗ്യമായ ഒരു പാർപ്പിടം ഒരുക്കാനുള്ള സഹായം ആരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു? നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ കേന്ദ്ര സർക്കാരും ഉണ്ട്, കേരള സർക്കാർ ഒരുമിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ സ്വന്തമായി ഭൂമിയില്ല. പിന്നെന്താണ് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വാസയോഗ്യം അല്ല. പിന്നെന്താണ് വീട് പണി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, പാതി വഴിയിൽ അവർക്ക് അവരുടെ വീട് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ലൈഫ് മിഷൻ വഴി അവർക്ക് നല്ലൊരു വാസയോഗ്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ പദ്ധതിയിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. ആരൊക്കെ ഉണ്ടോ? കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. ഓക്കെ, അത് നമുക്കവിടെ കിട്ടി. അടുത്ത തീരമൈത്രി. ആ പേര് തന്നെയുണ്ട്, തീരമൈത്രി. അപ്പോൾ തീരപ്രദേശത്തുള്ളവർക്ക് ആളായിരിക്കും. ആർക്കണ്ട തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കാണ് തീരമൈത്രി. സിമ്പിളായിട്ട് നമുക്കത് ആർക്കാണ് അതിൻ്റെ ഗുണഭോക്താക്കളെന്ന് കിട്ടും? തീരപ്രദേശത്തുള്ളവർക്ക്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അവരുടെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കുക. ഓക്കെ, അവർക്ക് സ്വന്തമായി ഒരു സ്വയം തൊഴിൽ സംഘങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് തീരമൈത്രി. ഓക്കെ, അപ്പോൾ സമൂഹത്തിലെ മുഖ്യധാരയിൽ എത്തിക്കാൻ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള സ്ത്രീകളെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് തുടങ്ങാനുള്ള സഹായം നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ഏതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം അവർക്ക് നടപ്പാക്കാൻ സാധിക്കുന്നു. അപ്പോൾ തീരമൈത്രി നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലകളിലെ സ്ത്രീകൾക്കിടയിലുള്ള അവരെ ശാക്തീകരിക്കുക. അവർക്ക് സ്വന്തമായിട്ട് ഒരു ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അവരുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള പദ്ധതി അതാണ് തീരമൈത്രി. ഓക്കെ, അപ്പോൾ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ ലഭിക്കുന്നു? സ്വന്തമായിട്ട് ഒരു ഭൂമിയില്ല, പിന്നെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വാസയോഗ്യമല്ല, അവർക്ക് പാതി വഴിയിൽ അവരുടെ വീട് പണി ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയുള്ളവർക്ക് നൽകുന്ന ഒരു വാസയോഗ്യമായൊരു പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള സഹായമാണ് ലൈഫ് മിഷൻ വഴി ലഭിക്കുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആ പദ്ധതിയുടെ ഭാഗമാണ്. അടുത്ത തീരമൈത്രി. തീരമൈത്രി സ്ത്രീ ശാക്തീകരണം. എവിടെയുള്ള തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള തുടങ്ങി അവരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് തീരമൈത്രി എന്ന പദ്ധതിയിലൂടെയുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ലൈഫ് മിഷനും നോക്കി, തീരമൈത്രി നോക്കി. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത കൈവല്യ വിദ്യാവാഹിനി. കൈവല്യ വിദ്യാവാഹിനി. കൈവല്യം അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. ആർക്കാണ്ട? ഭിന്നശേഷിക്കാർക്ക്. നമുക്ക് നോക്കാം. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ കൈവല്യം കൈവല്യം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ പുനരധിവാസമാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ കൈവല്യം നമുക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അടുത്ത വിദ്യാവാഹിനി. അപ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കിയ പദ്ധതിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് ജീപ്പിൻ്റെയൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് വെച്ചാൽ നമുക്ക് കിട്ടും ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനുള്ള വാഹന സൗകര്യം ഒരുക്കുന്നു. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.
അപ്പോൾ വിദ്യാവാഹിനി എന്ന പദ്ധതി സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലാണ് നടപ്പിലാക്കിയത്. ആർക്ക് വേണ്ടിയാണ്? ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്ക് അവർക്ക് സ്കൂളിലെത്തുക. അപ്പോൾ അവർക്ക് സ്കൂളിലെത്താൻ ഒരുപാട് ദൂരം പോവുകയാണെങ്കിൽ അവിടെ ഒരു വാഹന സൗകര്യം നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തുകയാണ്. അതുവഴി അവർക്ക് അവരുടെ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക്, അപ്പോൾ ഗോത്ര സമൂഹത്തിലെ കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്ക് തടയുക, അവർക്ക് അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് വിദ്യാവാഹിനി. അപ്പോൾ കൈവല്യ ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് കൈവല്യ എന്ന പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. അടുത്ത വിദ്യാവാഹിനി. വിദ്യാവാഹിനി ഏതാണ്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണ് വിദ്യാവാഹിനി നടപ്പിലാക്കുന്നത്. ആർക്ക് വേണ്ടി? ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്ക് അവർക്ക് യഥാസമയം സ്കൂളിലെത്താനുള്ള ഒരു വാഹന സൗകര്യം സർക്കാർ അവിടെ ഏർപ്പെടുത്തുന്നു. അതുവഴി അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവരിലൂടെ എത്തിക്കുക എന്നാണ് സർക്കാരിൻ്റെ അവിടുത്തെ പദ്ധതിയുടെ ലക്ഷ്യം നോക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിൽ പോവാം. അടുത്ത ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം യഥാസമയം എത്തിക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ജനനി ജന്മരക്ഷ ഗോത്ര സമൂഹത്തിലെ അമ്മമാർക്കും ഗർഭിണികൾക്കും അവർക്ക് നല്ല പോഷകാഹാരം ലഭിക്കുക. ഇതാണ് ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. അടുത്ത നോക്കാം, പ്രതിഭ തീരം. തീരപ്രദേശത്തുള്ളവർക്ക് തീരമേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. അപ്പോൾ പ്രതിഭ തീരം തീരത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രതിഭാ തീരം. അടുത്ത ഗോത്രബന്ധു. ഗോത്രബന്ധു? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക. അടുത്ത കൊഴിഞ്ഞുപോക്ക് തടയുക. നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാവാഹിനി വഴി ഗോത്ര സമൂഹത്തിലെ കുട്ടികളെ യഥാസമയം സ്കൂളുകളിൽ എത്തിച്ച് അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുക. അതേ ലക്ഷ്യം തന്നെയാണ് ഗോത്രബന്ധു. അപ്പോൾ ഗോത്രബന്ധുവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അവരുടെ ഭാഷാ തടസ്സം പരിഹരിക്കുക. പിന്നെന്തോന്നാണ്? അവർക്ക് കൊഴിഞ്ഞുപോക്ക്, സ്കൂളുകളിലേക്കുള്ള അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുക. ഓക്കെ, ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോത്രഭാഷയിൽ അവരുടെ ഗോത്രഭാഷയിലും ഗോത്രഭാഷയിലും മലയാള ഭാഷയിലും യോഗ്യരായ ഗോത്രവിഭാഗത്തിലുള്ളവരെ തന്നെയാണ് അവിടെ സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്നു. അപ്പോൾ ഗോത്രബന്ധു ഗോത്രവിഭാഗത്തിലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക. ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ഭാഷാ തടസ്സം പരിഹരിക്കുക. ഇതിനു വേണ്ടി അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാളെ പ്രൈമറി സ്കൂളിലെ അധ്യാപകനായി നിയമിക്കുകയാണ് ഗോത്രബന്ധു എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം യഥാസമയം ലഭ്യമാക്കുക. അടുത്ത പ്രതിഭാ തീരം. അതിൽ തന്നെയുണ്ട് പ്രതിഭാ തീരം വെച്ച് കണക്ട് ചെയ്യുക. തീരപ്രദേശത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക. അതാണ് പ്രതിഭ തീരം. അടുത്ത ഗോത്രബന്ധു. ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക. അവരെ യഥാസമയം സ്കൂളുകളിൽ എത്തിക്കുക. അവരെ സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അവിടെ തടയുക. അതിനുവേണ്ടി അവർ എന്താണ് ചെയ്യുന്നത്? അവരെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആ സ്കൂളുകളിൽ പ്രൈമറി അധ്യാപകനായിട്ട് നിയമിക്കുക വഴിയാണ് അവർ ഈ പദ്ധതിയിലൂടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് പദ്ധതികളാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെ നേരത്തെ കൈവല്യ പഠിച്ചത് ഭിന്നശേഷിക്കാർക്കും, വിദ്യാവാഹിനി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ട് പദ്ധതിയാണ് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ 3 പദ്ധതികൾ നമ്മൾ നോക്കി. ജനനി ജന്മരക്ഷ എന്താണെന്ന് പറഞ്ഞു, അത് ആർക്കാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? പ്രതിഭാ തീരം പറഞ്ഞു. പിന്നെന്താണ്? ഗോത്ര ബന്ധുവും പറഞ്ഞു. ഗോത്ര ബന്ധുവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവി എന്നിവയുടെ അസമാനമായ വിതരണത്തെയാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം, സമ്പത്ത് എന്നിവയിലെ അസമത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണത്തിലുള്ള അവസരക്കുറവ് എന്നിവ സാമൂഹ്യ അസമത്വത്തിൻ്റെ രൂപങ്ങളാണ്. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്ടാ ശരി? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, സി 1ഉം 2ഉം ശരിയാണ്, ഡി 1ഉം 2ഉം തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സാമൂഹിക അസമത്വത്തിനുള്ള ശരിയായ ഡെഫിനിഷനാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതായത് സമൂഹത്തിലെ വിഭവങ്ങളും അവസരങ്ങളും പദവി എന്നിവ യഥാർത്ഥ രീതിയിൽ നല്ല രീതിയിലല്ല അവിടെ വിതരണം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാമൂഹിക അസമത്വം എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം, സമ്പത്ത് എന്നിവയിലുള്ള അസമത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവസരക്കുറവ് എന്നിവ സാമൂഹിക അസമത്വത്തിനുള്ള
ഉദാഹരണങ്ങളാണ്. അപ്പോൾ അത് സാമൂഹിക അസമത്വത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ് വിദ്യാഭ്യാസത്തിലും നമ്മുടെ വിദ്യാഭ്യാസ അവസരങ്ങളിലും എന്താണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്കുള്ള ചികിത്സാ സൗകര്യത്തിൽ എന്താണ് വേർതിരിവ് കാണിക്കുന്നതൊക്കെ എന്താണ് സാമൂഹിക അസമത്വത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്ട ആൻസർ സി ആണ്ട. അതായത് നമ്മുടെ ആൻസർ എന്താണ് സി ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ പ്രസ്താവന എന്താണ് അവിടെ ശരിയാണ്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കെ അയ്യപ്പൻ. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സംഘടിപ്പിച്ച പ്രധാന പ്രതിഷേധം ഏതായിരുന്നു എന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ മേൽമുണ്ട് സമരം, ബി സത്യവന്തി ഭോജനം, സി മിശ്രഭോജനം, ഡി ഊരൂട്ടമ്പലം സ്കൂൾ പ്രവേശനം. ഏതാണ്ട സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചാണ് നടന്നതെന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഏതാണ് മിശ്ര ഭോജനം. ഏതാണ്ട ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ സമവന്തി ഭോജനം ആരാണ് നടത്തിയത്? നമ്മൾ പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമിയാണ് സമവന്തി ഭോജനം. അദ്ദേഹം സ്ഥാപിച്ചൊരു സംഘടനയുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഒരു നവോത്ഥാന പ്രസ്ഥാനം വരുന്ന ഏതാണ് നമ്മുടെ സമത്വ സമാജം. അതിൻ്റെ കീഴിലാണ് അദ്ദേഹം എന്താണ് സമവന്തി ഭോജനം നടപ്പിലാക്കി എന്ന് പറഞ്ഞു. പിന്നെ മിശ്രഭോജനം ആരാണ്ട സഹോദരൻ കെ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പത്രമാണെന്ത് സഹോദരൻ. നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പത്രമാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചോദ്യം നോക്കി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്നതിൽ ഏതാണ്ട കേരള സർക്കാർ നടപ്പിലാക്കുന്ന കൈവല്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? അപ്പോൾ നമ്മൾ കുറച്ച് പദ്ധതിയിൽ നോക്കിയാൽ ഒന്നായിരുന്നു കൈവല്യ. ഓക്കെ, കൈവല്യയുടെ ലക്ഷ്യമാണ് നമ്മൾ നോക്കേണ്ട. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്ട തീരപ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം സുഗമമാക്കൽ, ബി രോഗം ബാധിച്ച ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം നൽകൽ, സി ഭിന്നശേഷിക്കാരായ തൊഴിലന്വേഷകർക്ക് ഭിന്നശേഷിക്കാരായ തൊഴിലന്വേഷകർക്കുള്ള പുനരധിവാസ പദ്ധതിയാണോ, ഡി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകളെ സ്വയം തൊഴിൽ സംരംഭകരാക്കൽ. അപ്പോൾ ഏതാണ്ട കൈവല്യയുടെ ലക്ഷ്യം? നമ്മൾ പറഞ്ഞു ഭിന്നശേഷിക്കാരായ തൊഴിലന്വേഷകരുടെ പുനരധിവാസമാണ് ലക്ഷ്യം, കൈവല്യയുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്ട വരുന്നത്? നമ്മുടെ ഓപ്ഷൻ ഏതാണ്ട സി ആണ് ഇവിടുത്തെ ആൻസർ. ഏതാണ്ട സി ആണ്. അപ്പോൾ തീരദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം സുഗമമാക്കുന്ന പദ്ധതി അത് പ്രതിഭാ തീരമാണ്. പ്രതിഭാ തീരം. ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതി അത് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. അവിടെ മത്സ്യത്തൊഴിലാളികളെ സ്ത്രീകളെ അവർക്ക് ചെറുകിട സംരംഭങ്ങൾ നൽകി തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം നൽകി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ആ പദ്ധതിയുടെ പേര് നമ്മൾ തീര മൈത്രിയാണ്. തീര മൈത്രിയാണ്. അപ്പോൾ നമ്മളിവിടെ കൈവല്യയുടെ ലക്ഷ്യം ഭിന്നശേഷിക്കാരായ തൊഴിലന്വേഷകർക്ക് അവർക്ക് അവരുടെ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ നോക്കിയതാണ്. അടുത്ത് നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ്. ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തേക്കുള്ള തൊഴിലാണ് ഇത് ഉറപ്പാക്കുന്നത്. ബി നോക്കാം, ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. സി നഗരപ്രദേശങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. അവിടെ ഓപ്ഷൻ ഡി അവിദഗ്ധ കായിക തൊഴിലാണ് ഇതുവഴി ലഭിക്കുന്നത്. നോക്കാം നമുക്ക് ഏതാണ് ആൻസർ നോക്കാം. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 100-ൽ കുറയാത്ത തൊഴിൽ. എത്രയാണ്ട 100-ൽ കുറയാത്ത തൊഴിലാണ് അവിടെ നൽകുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത് നോക്കാം. അടുത്ത നഗരപ്രദേശങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു ഗ്രാമപ്രദേശത്തെ 18 വയസ്സ് കഴിഞ്ഞ അവർക്കാണ് ഈ പദ്ധതി വഴി തൊഴിൽ ലഭിക്കുന്നത്. ഓക്കെ, എത്ര 100 ദിവസത്തെ തൊഴിൽ ലഭിക്കുന്നത്. അത് ഇവിടെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് നഗരമാണ്. നഗരമല്ല, ഗ്രാമത്തിലുള്ളവർക്കാണ്. ഇവിടെ ഗ്രാമപ്രദേശത്തുള്ളവർക്കാണ്. നഗരപ്രദേശങ്ങളിലെ ഒരു പദ്ധതി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് തൊഴിൽ അവസരം നൽകുന്ന പദ്ധതി. ഓക്കെ, ഇതിൻ്റെ തന്നെ നഗരപ്രദേശം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് അത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറയുന്നത്. അയ്യങ്കാളിയുടെ പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത്. അതിപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നഗരപ്രദേശങ്ങളിലാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. എന്നാൽ അടുത്തത് ശരിയാണ്. അവിദഗ്ധ കായിക തൊഴിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തെറ്റായ പ്രസ്താവന സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. നോക്കാം, ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ
വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകുന്ന സാമ്പത്തിക സഹായം ഡാഷാണ്ട ഏതാണ്ട അത് നോക്കാം. അത് കേവല പെൻഷനാണോ, അതെന്താണ്ട സബ്സിഡി ആണോ, സ്കോളർഷിപ്പാണോ, നിക്ഷേപമാണോ? നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സർക്കാർ എന്താണ് ഒരു വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എന്താണ് നൽകുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകുന്ന സാമ്പത്തിക സഹായം ഏതാണ് നമ്മൾ പറഞ്ഞു. അതെന്താണ്, അത് പ്രത്യക്ഷമുണ്ട് പരോക്ഷമുണ്ട്. പ്രത്യക്ഷം എന്താണ്, പണമായി നൽകുന്നതാണെങ്കിൽ പ്രത്യക്ഷവും. പരോക്ഷം എന്താണ്, അവരെന്തെങ്കിലും വായ്പയോ മറ്റോ എടുക്കുമ്പോൾ അവർക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ എന്ത് ചെയ്യും, പലിശയിൽ എന്തെങ്കിലും ഇളവ് ചെയ്ത് കൊടുക്കുന്നു, അത് പരോക്ഷമാണെന്നും പറഞ്ഞു. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചു. അത് ഏതാണ്ടാ നമ്മുടെ ബി എന്താണ്, ഓപ്ഷൻ ബി സബ്സിഡിയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മളവിടെ നോക്കിയതാണ്. നമ്മളിപ്പോൾ എന്താണ് തുല്യതയ്ക്ക് വേണ്ടി എന്നൊരു പാഠഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത്. നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠമാണ്, കാരണം നമ്മൾ എന്താണ് കുറേ പദ്ധതികൾ നമ്മളവിടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് കൈവല്യ പഠിച്ചു, പ്രതിഭാ തീരം, പിന്നെ തീരമൈത്രി, പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ്, അതായത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ അതിൽ നോക്കിയത്. പിന്നെ അത് നോക്കി ജന്മരക്ഷ നോക്കി, വിദ്യാവാഹിനി നോക്കി, ഗോത്ര ബന്ധു നോക്കി. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് നമ്മളവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോകാം. അടുത്ത എന്താണ്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ ഈ പാഠത്തിൽ എന്താണെന്ന് നോക്കുന്ന, ഈ പാഠത്തിൽ നക്ഷത്ര കൂട്ടങ്ങൾ, നമ്മളെ ഗാലക്സികളെ പറ്റി ഗ്രഹങ്ങളെ പറ്റി ആണ് നമ്മൾ ഈ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ പോവാം. ഓക്കെ, ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്, നക്ഷത്രങ്ങൾ തീരെ ചെറുതാണ്. അതാണ്ട് ഇതായി കാണുന്നതൊക്കെ നക്ഷത്രങ്ങൾ, അതാണ് ഇതൊക്കെ എന്താണ് നക്ഷത്രങ്ങൾ തീരെ ചെറുതായാണ് കാണുന്നത്, കാരണം അത്രയും ദൂരെയായിട്ടാണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങൾ എന്താണ്, സ്വയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. അപ്പോൾ എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ് സ്വയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, കത്തുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്ക് മനസ്സിലാവും, എന്താണ് കത്തുമ്പോൾ എന്താണ്, അപ്പോൾ പ്രകാശവും എന്താണ് താപവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടമാണ് ഗാലക്സികൾ. അപ്പോൾ എന്താണ്, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണെന്നാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇതാ ഒരു നക്ഷത്ര കൂട്ടത്തിൻ്റെ പടമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, ഗാലക്സികളുടെ പടം. അടുത്ത എന്താണ്ട, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നക്ഷത്രം എന്താണ് നല്ല മിന്നിത്തിളങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്ട, അതായത് നമ്മുടെ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വിവിധ പാളികളില്ലേ, ഈ പാളികളിലൂടെ കടന്നു വരുമ്പോൾ എന്താണ്, അവയ്ക്ക് എന്താണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നേർരേഖയിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് നേർരേഖയിൽ വരുമ്പോൾ എന്താണ്, നമ്മുടെ ഭൂമിയിൽ എന്താണ് കുറേ അന്തരീക്ഷ പാളികളുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ് ജിയോഗ്രഫിയിൽ. അപ്പോൾ എന്താണ് ഇതിങ്ങനെ വരുമ്പോൾ എന്താണ് ഓരോ പാളി തട്ടുമ്പോൾ എന്താണ് ദിശാവ്യതിയാനം സംഭവിച്ച് ആണ് നമ്മുടെ നമ്മളത് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ ദിശ ഇങ്ങനെ വരുന്ന സഞ്ചാര ദിശയിൽ ഇങ്ങനെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടാണ് എന്താണ് അവ മിന്നിത്തിളങ്ങുന്നതായി നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള പ്രതിഭാസത്തിൻ്റെ പേര് നമുക്കെന്താണ് അപവർത്തനമെന്നും പറയാം, എന്താണ് പൂർണ്ണാന്തര പ്രതിപതനമെന്നും പറയാം. ഓക്കെ, അപ്പോൾ അപവർത്തനമെന്നും പറയാം, പൂർണ്ണാന്തര പ്രതിപതനം രണ്ടും നമുക്കവിടെ പറയാം. ഓക്കെ, അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന എന്താണ് അപവർത്തനവും നമുക്ക് പറയാം, എന്താണ് പൂർണ്ണാന്തര പ്രതിപതനവും പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അന്തരീക്ഷ പാളികളിലൂടെ എന്താണ് നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ എന്താണ് ഓരോ പാളിയിൽ കയറുമ്പോൾ എന്താണ് അവർക്ക് ദിശയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്താണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി നമ്മൾ കാണുന്നത്. അതിനുള്ള പ്രതിഭാസം എടുത്തു വെച്ച് എന്താണ് അപവർത്തനവും പറയാം, പൂർണ്ണാന്തര പ്രതിപതനവും നമുക്കവിടെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് കുറച്ച് ഗ്രഹങ്ങളും അവരുടെ സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബുധൻ എന്താണ്, നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്, ബുധനാണ്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്, അത് ബുധനാണ്. പിന്നെ എന്താണ്, ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്ട, ബുധനാണ്. ബുധൻ കഴിഞ്ഞ് ഏതാണ്ട, ശുക്രനാണ്. ശുക്രൻ എന്താണ്ട, ശുക്രന് 2 പേരുണ്ട്. എന്തൊക്കെയാണ്ട, പ്രഭാത നക്ഷത്രമെന്നും വിളിക്കുന്നു, പ്രദോഷ നക്ഷത്രമെന്നും വിളിക്കുന്നു. അപ്പോൾ ശുക്രനെ എന്തെന്ന് വിളിക്കുന്നു, പ്രഭാത നക്ഷത്രമെന്നും വിളിക്കുന്നു, പ്രദോഷ നക്ഷത്രമെന്നും വിളിക്കുന്നു. അപ്പോൾ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ചോദിച്ചാൽ ഏതാണ്, അത് ശുക്രൻ എന്നാണ് പറയേണ്ടത്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്ട, അത് ശുക്രനാണ്. ഓക്കെ, ബുധൻ എന്താണ്, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്ട, ബുധൻ. ശുക്രൻ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നു, പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും. അതായത് നമ്മൾ പ്രഭാതത്തിലും എന്താണ് നമുക്ക് സൂര്യനോട് അടുത്ത് എന്താണ് കാണുന്നത്, ശുക്രനെയാണ്. പിന്നെ എന്താണ് സൂര്യാസ്തമയത്തോട് പ്രദോഷം, അതായത് സൂര്യാസ്തമയ സമയത്ത് നമ്മൾ എന്താണ് ശുക്രനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി നമുക്ക് അറിയാമെന്നുള്ളൊരു ബേസ് പോയിൻ്റാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുള്ളതിൽ എന്താണ് ഒരേ ഒരു ഗ്രഹം ഏതാണ്, നമ്മുടെ ഭൂമിയാണ്. ഓക്കെ, അടുത്ത ചൊവ്വ എന്താണ്, ചുവന്ന ഗ്രഹം. ചുവന്ന ഗ്രഹം അറിയാമെന്നുള്ളതിന്. വ്യാഴം ഏതാണ്ട് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അടുത്ത എന്താണ്, ശനി വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. ശനിക്ക് എന്താണ്ട വലിപ്പത്തിൽ, അതായത് വ്യാഴം കഴിഞ്ഞാൽ അടുത്താണ് വലിപ്പത്തിൽ 2ാം സ്ഥാനം ആർക്കാണ്ട, അത് ശനിക്കാണ്.
അടുത്ത നോക്കാം, യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. അപ്പോൾ യുറാനസ് ആണെന്നാണ് സൗരയുധത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്ട, അത് യുറാനസ് ആണ്. അടുത്ത ഏതാണ്ട, നെപ്റ്റ്യൂൺ, സൂര്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് കാര്യങ്ങളാണ് പറഞ്ഞത്. ബുധൻ എന്താണ്ട, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്, ബുധനാണ്. ശുക്രൻ്റെ പോയിന്റ് എന്താണ്ട, ശുക്രനെ പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും നമ്മൾ പറയുന്നു. അടുത്ത ഏതാണ്ട, ഭൂമി, സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. അടുത്ത ഏതാണ്, ചൊവ്വ എന്താണ്, ചുവന്ന ഗ്രഹം. ഓക്കെ, അടുത്ത എന്താണ്, വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം. അടുത്ത ഏതാണ്ട, ശനി എന്താണ്ട, വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. ശനിക്ക് എന്താണ്ട, വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. അടുത്ത ഏതാണ്, യുറാനസ് എന്താണ്ട, ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്ട, യുറാനസ്. നെപ്റ്റ്യൂൺ എന്താണ്, സൂര്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നു. അതായത് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയും, അത് നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഈ ബോക്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് അന്ന് അടുത്തതിലോട്ട് പോവാം. ഓക്കെ എടാ, നമ്മളിപ്പോൾ ഭൗമകേന്ദ്ര സിദ്ധാന്തമുണ്ട്, സൗരകേന്ദ്ര സിദ്ധാന്തം. ഏതാണ്ട ഭൗമകേന്ദ്ര സിദ്ധാന്തമുണ്ട്, സൗരകേന്ദ്ര സിദ്ധാന്തം. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുമുണ്ട്. അതല്ല, ഭൂമിയല്ല, നമ്മുടെ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും പറഞ്ഞവരുമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്താണ്, ഭൂമിയാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞു. അതാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. അത് ആരാണ്ട് ആവിഷ്കരിച്ച്, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്ട, അത് ടോളമിയാണ്ട. അതായത് ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരെന്ന് ചോദിച്ചാൽ അത് ടോളമിയാണ്. അടുത്തതാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. അതായത് എന്താണ്, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്താണ്, സൂര്യനാണ്. അതായത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് എന്താണ്, സൗരകേന്ദ്ര സിദ്ധാന്തം. അത് ആരാണ്ട് ആവിഷ്കരിച്ചത്, അത് പോളണ്ടുകാരനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് കോപ്പർനിക്കസ്. ആരാണ്ട, കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞ കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം ആണ്ട ഒരു പോളണ്ടുകാരനാണ്ട. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, പോളണ്ടുകാരനാണ്. ഓക്കെ, അപ്പോൾ സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്ട, അത് കോപ്പർനിക്കസ്. ആരാണ്, കോപ്പർനിക്കസ്. അത് ഏത് രാജ്യക്കാരനാണ്, പോളണ്ടുകാരൻ. ഓക്കെ, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആരാണ്, ഭൗമകേന്ദ്ര സിദ്ധാന്തം. അതായത് ആദ്യകാലങ്ങളിൽ ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്, അത് നമ്മുടെ ടോളമിയാണ്. ഓക്കെ, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. അതായത് നമ്മുടെ സൗരയൂഥം, സൂര്യനും പിന്നെ എന്താണ് ബാക്കി സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്, ഗാലക്സി. അതായത് നക്ഷത്രക്കൂട്ടം അഥവാ ഗാലക്സി ഏതാണ്ട, അത് ക്ഷീരപഥം അഥവാ ആകാശഗംഗയാണ്. അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൽ മിൽക്കി വേ. ഏതാണ്ട മിൽക്കി വേ. ഓക്കെ, കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാലക്സി എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുള്ളത്. സൂര്യനെ കൂടാതെ കോടികൾ കണക്കിന്, അതായത് കോടാനുകൂടി നക്ഷത്രങ്ങളാണ് ഏത് ഗാലക്സിയിലുള്ളത്, ആ ക്ഷീരപഥത്തിൽ ഉള്ളത്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സി ഉൾപ്പെടുന്ന നമ്മുടെ പ്രപഞ്ചം, അതായത് നമ്മുടെ നക്ഷത്ര കൂട്ടത്തെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സി ഏതാണ്, ക്ഷീരപഥം അഥവാ ഇംഗ്ലീഷിൽ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ. അതിന് നമ്മുടെ സൂര്യൻ മാത്രമല്ല കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഇങ്ങനെയുള്ള ഗാലക്സികളെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്ട, പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കിട്ടി. കോപ്പർനിക്കസ് ആരാണെന്ന് പറഞ്ഞു. പിന്നെ ടോളമി, സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ടോളമി ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ടോളമി. അതൊക്കെ നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു പോകുന്ന ബേസ് പോയിന്റുകളാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പ്രപഞ്ചം, അതായത് ഈ ഗാലക്സി, ഈ നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മിൽക്കി വേ അഥവാ ആകാശഗംഗയാണ് നമ്മുടെ ഗാലക്സി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്ത വാൽ നക്ഷത്രം എന്താണ്, ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ വാൽ നക്ഷത്രങ്ങൾ, അപ്പോൾ ഇതൊരു നക്ഷത്രം തന്നെയാണ്. ഓക്കെ, നമുക്കങ്ങനെ പഠിക്കാം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ. അതായത് ഇവ അപൂർവങ്ങളായി മാത്രമേ സൗരയൂഥത്തിൽ വഴിയുള്ളൂ. അതിഥികളെ പോലെ നമ്മുടെ സൗരയൂഥത്തിൽ വരുന്നൊരു അതിഥിയാണ് ആരാണ്, വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. അപ്പോൾ ഇവയിൽ എന്തൊക്കെയുണ്ടാ, പാറയുണ്ട്, പൊടിയുണ്ട്, പിന്നെന്താണ് ഹിമം, മഞ്ഞ് എന്നിവ ചേർന്ന വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വാൽ നക്ഷത്രങ്ങൾ എന്തൊക്കെ ചേർന്നുണ്ട, പാറയുണ്ട്, പിന്നെന്തുണ്ട്, പൊടിയുണ്ട്, പിന്നെന്തുണ്ട്, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രം അഥവാ ധൂമകേതുക്കൾ രൂപപ്പെടുന്നത്. ഓക്കെ, സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമായിട്ട് തിളങ്ങുന്നു. അപ്പോൾ ഇവ സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമായിട്ട് തിളങ്ങുന്നതാണ്. ഇതാണ് വാൽ നക്ഷത്രത്തിൻ്റെ പിക്ചർ. കണ്ട ഒരു വാലില്ലേ, ഓക്കെ, തിളങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ സൂര്യനോട് അടുത്ത് വരുമ്പോഴാണ് ഇവ തിളങ്ങുന്നത്.
ഓക്കെ, അപ്പോൾ വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ എന്താണ്ട വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ ഇവ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മുടെ പൊടിയും പിന്നെന്താണ് പാറയും പിന്നെന്താണ് ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. ഇവ എന്താണ് അപൂർവമായി മാത്രമേ നമ്മുടെ സൗരയൂഥത്തിലേക്ക് വരുന്നുള്ളൂ. എന്താണ് വല്ലപ്പോഴുമാണ് ഇവ സൗരയൂഥത്തിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത എന്താണ്ട ക്ഷുദ്ര ഗ്രഹങ്ങളാണ്. ഇവ ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ്ട? ഇവ ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിലാണ്. ഏതൊക്കെ ഗ്രഹത്തിനിടയിലാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ഓക്കെ, ഇവ എന്താണ് ശിലാകഷ്ണങ്ങൾ പോലെയാണ്. ഇവ എങ്ങനെയാണ്? ശിലാകഷ്ണങ്ങൾ പോലെയാണ്. അപ്പോൾ എന്താണ് വാൽനക്ഷത്രങ്ങൾ എന്താണ് പറഞ്ഞു? വാൽനക്ഷത്രങ്ങൾ എന്താണ്? ഇവ നക്ഷത്രങ്ങളെ പോലെ ഇരിക്കാൻ കാരണം എന്താണ്? ഇവ എന്താണ് സൂര്യനോട് അടുത്ത് വരുമ്പോൾ എന്താണ് ഇവയുടെ അഗ്രഭാഗം എന്താണ് തിളങ്ങുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഭൂമിയിൽ നോക്കുമ്പോൾ എന്താണ് നമ്മൾ തെറ്റിദ്ധരിക്കുക എന്താണ് ഇവ നക്ഷത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ നക്ഷത്രങ്ങളല്ല, ഇവിടെ പേരുകൾ എന്താണ് ധൂമകേതുക്കൾ. അടുത്ത എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങൾ എന്തൊന്നാണ്ട? ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിലാണ്. ഏതാണ്ട ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ നോക്കി, വാൽ നക്ഷത്രങ്ങൾ നോക്കി. അടുത്ത എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഓക്കെ, ഇപ്പോൾ കുള്ളൻ ഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്താണ് നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. അതായത് എന്താണ് ബുധന് മുമ്പ് എന്താണ് നമ്മുടെ പ്ലൂട്ടോ ആയിരുന്നു സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം. അവ എന്താണ് 2006 എന്താണ് സൗരയൂഥത്തിൽ നിന്ന് ആ ഗ്രഹത്തെ എന്താണ് പുറത്താക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്താണ് സൗരയൂഥത്തിൽ എന്താണ് അവയും സൂര്യനെ പരിക്രമണം ചെയ്യുന്നു എന്താണ് അതൊരു ഗ്രഹങ്ങൾക്കൊരു പദവിയുണ്ട്. അപ്പോൾ എന്താണ് അവർ അതിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അവ എന്താണ് ഇത് പാലിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും എന്താണ് ഗോളാകൃതിയുമുള്ള വസ്തുക്കളാണ് എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുള്ളൻ ഗ്രഹങ്ങൾ എന്താണ് അവ എന്താണ് സൗരയൂഥത്തിൽ തന്നെയാണ് സൂര്യനെ അതിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഓക്കെ, എന്നാൽ എന്താണ് നമ്മുടെ ഗ്രഹങ്ങളെക്കാൾ എന്താണ് അവ ചെറുതാണ്. ഓക്കെ, അപ്പോൾ കുള്ളൻ ഗ്രഹത്തിനുള്ള ഉദാഹരണം ഏതാണ്? നമ്മുടെ പ്ലൂട്ടോ എന്താണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കിയത് 2006. ഓക്കെ, അപ്പോൾ കുള്ളൻ ഗ്രഹം എന്താണെന്ന് നമ്മൾ നോക്കി. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത് എന്താണ്ട ഉൽക്കകൾ എന്ന് പറയുന്നത് ഉൽക്കകൾ. ഓക്കെ, ഇവ എന്താണ് ഉൽക്കകൾ ചിലപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയിലൊന്ന് പതിക്കാറുണ്ട്, വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഉൽക്കകൾ? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ്. എവിടെ നിന്നാണ് ഉൽക്കകൾ വരുന്നത്? ക്ഷുദ്രഗ്രഹത്തിൽ നിന്നാണ്ട ഉൽക്കകൾ വരുന്ന എവിടെയുണ്ട ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നാണ്. ക്ഷുദ്രഗ്രഹം ഏതൊക്കെ ഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഈ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും എന്താണ് വരുന്ന പാറക്കഷ്ണങ്ങളാണ്. അതായത് ഭൂമിയിലേക്ക് വരുന്ന എന്താണ് ശിലാകഷ്ണങ്ങൾ, അതായത് പാറക്കഷ്ണങ്ങളാണ് എന്താണ്ട ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. അതുകൊണ്ട് ഇവ പ്രാദേശികമായ കൊള്ളി മീനുകളെന്ന് പറയുന്നു. ഓക്കെ, അപ്പം വളരെ റെയറായിട്ട് മാത്രമേ എന്താണ് ഇവ ഭൂമിയിലോട്ട് പതിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉൽക്കാപതനമാണ് നമ്മുടെ ഡിനോസറുകളുടെ വംശം തന്നെ നശിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉൽക്കകൾ എവിടെ നിന്നാണ് വരുന്നത്? ഉൽക്കകൾ വരുന്നത് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നാണ്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന എന്താണ് ശിലാ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ശിലാ പദാർത്ഥങ്ങളാണ് എന്താണ്ട ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇവ എന്താണ് രാത്രി കാലങ്ങളിലാണ് വരുന്നത്. രാത്രി കാലങ്ങളിൽ എന്താണ് ഇവ നമ്മളെ വാൽനക്ഷത്രം കണക്ക് എന്താണ് മിന്നിത്തിളങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് ഇവയെ പ്രാദേശികമായ പേര് വിളിക്കുന്നതാണ് കൊള്ളി മീനുകൾ. അപ്പോൾ കൊള്ളി മീനുകൾ എന്ന് വിളിക്കുന്നത് എന്താണ്ട ഉൽക്കകളാണ്. ഓക്കെ, ധൂമകേതുക്കൾ എന്താണ്ട അത് വാൽ നക്ഷത്രങ്ങളാണ്. ധൂമകേതുക്കൾ എന്താണ്ട അത് വാൽ നക്ഷത്രങ്ങളാണ്. അടുത്തത് നോക്കാം. അടുത്ത എന്താണ്ട ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമുള്ളൂ, നമുക്കതറിയാം. അതാരാണ്? നമ്മുടെ ചന്ദ്രനാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുണ്ട്, ഈ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഭൂമിക്ക് ഏതാണ്ട അത് ചന്ദ്രനാണ്. എന്നാൽ ബുധനും ശുക്രനും എന്താണ് ഉപഗ്രഹങ്ങളില്ല. ഓർത്തു വെച്ചോ, നമുക്കറിയാവുന്ന പോയിൻ്റാണത്. എന്താണ് ബുധനും ശുക്രനും എന്താണ് ഉപഗ്രഹങ്ങൾ ഇല്ല. അപ്പോൾ എന്താണ്ട ഒരു നക്ഷത്രമാസം എന്നാണ് പറയുന്നത്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം എത്രയാണ്? 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ്ട ഒരു നക്ഷത്രമാസം. പഠിച്ചു വെച്ചോ, PSC 1 മാർക്കാണ്. അപ്പോൾ നക്ഷത്രമാസം എന്താണ്ട ചന്ദ്രന് ഭൂമിയെ വലം വയ്ക്കുക എത്രയാണ്? 27.3 ദിവസം വേണം. 27.3 ദിവസം വേണം. അപ്പോൾ ഇതാണ് എന്താണ്ട ഒരു നക്ഷത്രമാസം. അപ്പോൾ ഒരു നക്ഷത്രമാസം എത്രയുണ്ട? 27.3 ദിവസം. എത്രയുണ്ട? 27.3 ദിവസമാണ് ഒരു നക്ഷത്ര മാസം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെറ്റാണ്. ഉൽക്കകളും സെറ്റാണ്, നക്ഷത്രമാസവും സെറ്റാണ്. ഓക്കെ, സൂര്യന് ചുറ്റുമുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് സൂര്യൻ. സൂര്യനെ വലം വയ്ക്കുന്ന ദീർഘവൃത്താകൃതിയിൽ ഒരു ഭ്രമണപഥത്തിലൂടെ ഈ കാണുന്ന പാതയിലൂടെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നത്. ഓക്കെ, അവയുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭ്രമണപഥം ഈ ഭ്രമണപഥങ്ങളെല്ലാം ദീർഘവൃത്താകൃതി
ദീർഘവൃത്താകൃതിയിലാണ്. അതിലൂടെയാണ് എന്താണ് ഗ്രഹങ്ങൾ എന്താണ് സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അതായത് ഇവ എന്നും വർഷം തോറും ഒരേ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് പാതയ്ക്ക് എന്താണ് വ്യതിയാനം സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണ്ട, ഈ ഗ്രഹങ്ങൾക്കും സൂര്യനിടയിൽ എന്താണ് ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലമാണ് അവയെന്താണ് വർഷം തോറും എന്താണ് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവിടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അപ്പോൾ എന്താണ് ഇവ എന്താണ് സൂര്യനെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോഴോടൊപ്പം തന്നെ ഇവ സ്വയം കറങ്ങുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സൂര്യനെ ഇവ ചുറ്റി ഇങ്ങനെ സഞ്ചരിക്കുന്നതോടൊപ്പം എന്താണ് ഇവ സ്വയം ഒരു അച്ചുതണ്ടിൽ അവ ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സൂര്യനെ വലം വയ്ക്കുന്നതിന് എന്താണ് പരിക്രമണമെന്നും പിന്നെ എന്താണ് സ്വയം ഒരു അച്ചുതണ്ടിൽ അത് കറങ്ങുന്നതിന് ഭ്രമണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റാണ്. ഭ്രമണപഥം എന്നാണെന്ന് പറഞ്ഞു. ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണ്. പിന്നെ എന്താണ് ഗ്രഹങ്ങൾക്കും സൂര്യനിടയിൽ എന്താണ് ഒരു ആകർഷണ ബലം ഉണ്ടെന്നും നമ്മളവിടെ പറഞ്ഞു വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ച എല്ലാവർക്കും സെറ്റാണ്, കിട്ടിയല്ലോ. നമുക്ക് എന്താണ് അടുത്തതിലോട്ട് പോകാം. അടുത്ത എന്താണ് ബഹിരാകാശം. ഓക്കെ, അപ്പോൾ സ്പേസ് എന്താണ് ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറത്താണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറത്തുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പഠനങ്ങൾക്കും പരിവേഷണങ്ങൾക്കുമായി ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. നമ്മൾ അതിനാണ് നമ്മുടെ ISR ഓരോ കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മുടെ ബഹിരാകാശത്ത് അയക്കുന്നത് അവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ബഹിരാകാശം അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഭാഗമാണ് ബഹിരാകാശം. അപ്പോൾ അവിടുത്തെ ഓരോ പഠനങ്ങൾക്കായി ഓരോ രാജ്യം നമ്മുടെ ISR ആയാലും നാസ ആയാലും ഓരോ കൃത്രിമ ഉപഗ്രഹങ്ങളും പരിവേഷണങ്ങളും നടത്തുന്നുണ്ട്. അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും വേണ്ടി. ഓക്കെ, സൗരയൂഥത്തിൽ ഏക ജീവൻ നിലനിൽക്കുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഭൂമിക്ക് സവിശേഷമായൊരു ഗോളാകൃതിയുണ്ട്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് നോക്കാം. ഭൂമി ഗോളാകൃതി എന്ന് പറയാൻ കഴിയില്ല. ഭൂമിയുടെ ആകൃതിയെ നിർവചിച്ചിട്ടുണ്ട്. ആരാണ്? അത് നോക്കാം നമുക്ക്. ധ്രുവങ്ങൾ അല്പം പരന്നത്. എങ്ങനെയാണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖ ഭാഗം ചെറുതായി വീർത്തതും. ഒക്കെ ധ്രുവങ്ങൾ പരന്നതാണ്, ഭൂമധ്യരേഖ വീർത്തതും. അപ്പോൾ ഒന്നര പറയാം, ധ്രുവങ്ങൾ പരന്നാണ്. ധ്രുവങ്ങൾ പരന്ന്. ഭൂമധ്യരേഖ എങ്ങനെയാണ്? ഭൂമധ്യരേഖ പ്രദേശം ചെറുതായി വീർത്തൊരു ഗോളാകൃതിയാണ്. പൂർണ്ണമായും ഗോളാകൃതി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ്? ധ്രുവങ്ങൾ പരന്നതും ഭൂമധ്യരേഖ പ്രദേശം എങ്ങനെയാണ്? വീർത്തതുമാണ്. അപ്പോൾ ഈ ഗോളാകൃതിക്ക് ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ്ട ജിയോയിഡ്. ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി ഗോളാകൃതി എന്ന് പറഞ്ഞു വയ്ക്കല്, എന്തെന്ന് തന്നെ പറയണം? ജിയോയിഡ് തന്നെ പറയണം. ഓക്കെ, ജിയോയിഡ് എന്ന പദത്തിനർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോയിഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി. ആ പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി. അപ്പോൾ ജിയോയിഡ് ധ്രുവങ്ങൾ അല്പം പരന്നതും നമ്മുടെ ഭൂമധ്യരേഖ മധ്യഭാഗമല്ലേ അത് അല്പം വീർത്തതുമായ ഒരു ആകൃതിയാണ് ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റവാക്കി എന്ന് പറയും. ഗോളാകൃതി എന്ന് പറയരുത്. പിന്നെന്തെന്ന് പറയണം? ജിയോയിഡ് എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ അത് സെറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റാണ്. അടുത്ത നമ്മുടെ ആര്യഭടൻ, അതായത് നമ്മുടെ പണ്ടുള്ള ഒരു നമ്മുടെ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. അപ്പോൾ അദ്ദേഹം ഭൂമി ഗോളാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും പിന്നെന്താണ് അതൊരു സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു വിശ്വസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഭൂമിക്ക് ഒരു സ്വന്തമായൊരു അച്ചുതണ്ടുകൊണ്ട് ആ സാങ്കല്പിക അച്ചുതണ്ട് സ്വയം കറങ്ങുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ആര്യഭടൻ പറയുകയുണ്ടായി. ഓക്കെ, ഗ്രീക്ക് തത്വചിന്തകരായ തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമി ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയും ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താണ് ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമി സ്വയം കറങ്ങുന്നുവെന്നും ആര്യഭടൻ പറഞ്ഞു വെച്ചു. പിന്നെ ഗോളാകൃതിയാണെന്ന് ആരൊക്കെ പറഞ്ഞു? തേൽസ് പറഞ്ഞു, പൈതഗോറസ് പറഞ്ഞു, പിന്നെ ആര് പറഞ്ഞു? അരിസ്റ്റോട്ടിലും പറഞ്ഞു. പിന്നെ നമ്മുടെ മഗല്ലൻ ഒരു നാവികനായ മഗല്ലൻ. അദ്ദേഹം കപ്പൽ യാത്രയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹവും പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഭൂമി ഗോളാകൃതി ആണെന്ന് പറഞ്ഞു വെക്കരുത്. ഭൂമിയുടെ ആകൃതിക്ക് ഒരു പേരുണ്ട്. അത് ജിയോയിഡ് എന്നാണ്. ജിയോയിഡ്. ഓക്കെ, അതും സെറ്റാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്താണ് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു.
മറുഭാഗത്ത് എന്താണ് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് പകലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് എന്തായിരിക്കും, രാത്രിയുമായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാവും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഭ്രമണം, എന്താണ് ഭൂമി എന്താണ് അതിൻ്റെ സ്വയം സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് ഭ്രമണം. രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്, അത് ഭ്രമണമാണ്. ഓക്കെ, ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ട് അത് സ്വയം കറങ്ങുന്നത് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം പരിക്രമണമല്ല, പിന്നെന്താണ്, അത് ഭ്രമണമാണ്. ഓക്കെ, അപ്പോൾ രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം എന്താണ്, ഭ്രമണം അഥവാ റൊട്ടേഷനാണ്. ഭ്രമണം അഥവാ റൊട്ടേഷനാണ് രാത്രിയും പകലും രാവും പകലും ഉണ്ടാവാനുള്ള കാരണം, പരിക്രമണങ്ങളല്ല. പരിക്രമണം എന്താണ്ട വർഷങ്ങൾ, അതായത് നമ്മളെന്താണ് ദിവസം കണക്കാക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്ന കാരണം എന്താണ്ട ഭൂമി ഭ്രമണം ചെയ്യുന്നത് എന്താണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്താണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഓക്കെ, അതിനാലാണ് എന്താണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഭ്രമണം എങ്ങോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് എന്താണ് നമ്മൾ അനുഭവപ്പെടുന്നത് എന്താണ്, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്രയുടെ കറക്റ്റ് 24 മണിക്കൂർ നമ്മൾ പറഞ്ഞു വയ്ക്കല്ലേ, അതിന് കറക്റ്റ് ഒരു വാല്യൂ ഉണ്ട്. എന്താണ്ടാ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഒരു ദിവസമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭ്രമണം എന്താണ് ഭൂമി അതിൻ്റെ സ്വയം എന്താണ് ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് എന്താണ് പറയുന്നതാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. രാവും പകലും ഉണ്ടാവാൻ കാരണം എന്താണ്ട റൊട്ടേഷനാണ്. രാവും പകലും ഉണ്ടാവാൻ കാരണം റൊട്ടേഷൻ അഥവാ ഭ്രമണമാണ്. ഭ്രമണം എടുക്കുക എന്താണ് 24 മണിക്കൂർ നമ്മൾ റൗണ്ട് ചെയ്ത് പറയും, പക്ഷേ അതിന് കറക്റ്റ് ഒരു എക്സാക്റ്റ് വാല്യൂ ഉണ്ട്. എന്താണ്ട അത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. എത്രയാണ്ട 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പരിക്രമണം എന്താണ്ട ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനാണ് എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണമെന്ന് പറയുന്നത്. ഓക്കെ, ഭ്രമണം നമ്മൾ പറഞ്ഞു, ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാണ് പരിക്രമണം. അപ്പോൾ ഒരു പരിക്രമണം എടുക്കാൻ എത്ര സമയം വേണം, 365 ദിവസം. നമ്മൾ പറഞ്ഞു 365 ദിവസം, അതായത് ഒരു വർഷം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണ ഫലമായാണ് എന്താണ് വ്യത്യസ്ത ഋതുഭേദം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ രാവും പകലും എന്താണ് ഭ്രമണമാണ്, രാവും പകലും ഭ്രമണമാണ്. പിന്നെന്താണ് പരിക്രമണം വഴി എന്തുണ്ടാകുന്നു ഋതുഭേദങ്ങൾ. അപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഓരോ ഋതുക്കൾക്ക് കാരണം എന്താണ്ട അത് പരിക്രമണമാണ്. അപ്പോൾ ഭ്രമണം പൂർത്തിയാക്കാൻ കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ എത്രയുണ്ട 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, ഭ്രമണം കഴിഞ്ഞു. അടുത്ത പരിക്രമണം എത്രയാണ് 365 ദിവസം, അതായത് ഒരു വർഷം. ഓക്കെ, അപ്പോൾ ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്ട അത് പരിക്രമണമാണ്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഭ്രമണം എന്താണെന്ന് പറഞ്ഞ് നമ്മൾ അത് പഠിച്ച് സെറ്റാണ്. പരിക്രമണം എന്താണെന്ന് പറഞ്ഞു അതും സെറ്റാണ്. നമുക്കെന്താണ് അടുത്തതിലോട്ട് പോവാം. അവിടെ എന്താണ് വെതറും ക്ലൈമറ്റും. നമ്മൾ കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ നമ്മൾ എപ്പോഴും കേൾക്കും. അപ്പോൾ അതിന് കറക്റ്റ് ഒരു ഡെഫിനിഷനുണ്ട്. അതിന് നേരെ വ്യത്യസ്തമാണ് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് അഥവാ വെതർ എന്താണെന്ന് നോക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. അതായത് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഈ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി എടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് കാലാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ്ട ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ആ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, പിന്നെന്താണ് ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പോൾ എന്തൊക്കെയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നത്? ചൂട് സ്വാധീനിക്കും, കാറ്റ് സ്വാധീനിക്കും, മേഘങ്ങൾ സ്വാധീനിക്കും. അടുത്ത എന്താണ്ട കാലാവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. അതായത് നമ്മൾ നേരത്തെ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയുടെ എന്താണ് ഒരു ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റാണ്. ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഓക്കെ, അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു ചൂട്, മഴ, കാറ്റ്, മേഘം എന്നിവയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത എന്താണ്ട കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. എന്താണ്ട ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ്
കാലാവസ്ഥ. അപ്പോൾ തിരിഞ്ഞു പോവില്ലേ? ഓക്കെ. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് നമ്മൾ പഠിച്ചു. അടുത്ത എന്താണ്? കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, സെറ്റാണ്, എല്ലാവർക്കും സെറ്റാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് നോർവേ. നമുക്കറിയാം ഒരു സ്കാൻഡിനേവിയൻ രാജ്യം. എന്താണ്ട് ഒരു സ്കാൻഡിനേവിയൻ രാജ്യത്തിന് ഉദാഹരണമാണ് നോർവേ എന്ന് പറയുന്നത്. അപ്പോൾ നോർവേ എന്താണ്? നമ്മുടെ പാതിരാ സൂര്യൻ്റെ നാടെന്നാണ് പറയുന്നത്. നോർവേ എന്താണ്? പാതിരാ സൂര്യൻ്റെ നാടാണ്, പ്രീവിയസ് ആണ്. ഓക്കെ, എന്താണ്ടാ പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ്ടാ നോർവേ. ഇത് എവിടെയുണ്ടാ? ഇതൊരു യൂറോപ്യൻ രാജ്യമാണ്ടാ. യൂറോപ്പിൻ്റെ എവിടെയുണ്ടാ? ഇത് വടക്ക് ഭാഗത്താണ്. അപ്പോൾ പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ ഏത് ഭാഗത്താണ്ടാ? ഇത് വടക്ക് ഭാഗത്താണ്ടാ. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടി കിടക്കുന്ന രാജ്യമുണ്ടോ? വർഷകാലം എന്താണ്? വർഷകാലത്തിൽ കൂടുതലെന്താണ് ഈ രാജ്യം എന്താണ്? മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസം രാത്രിയുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ പാതിരാ സൂര്യനെ നാടെന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യമാണ് നോർവേ. നോർവേ എവിടെയാണ്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ്. നോർവേ എവിടെയാണ്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ്. അവിടെ ഈ നോർവേയുടെ തന്നെ വടക്ക് ഭാഗങ്ങൾ എന്താണ്? 6 മാസം എന്താണ്? പകലായിരിക്കും. പിന്നെയുള്ള 6 മാസം എങ്ങനെയാണ്? രാത്രിയുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ഭാഗങ്ങളിൽ, അതായത് ഈ നോർവേയുടെ ഭാഗങ്ങളിലും എന്താണ് അവിടുത്തെ ജനജീവിതം എങ്ങനെയെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ജനവാസം കുറവുള്ള മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശം ജനജീവിതത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എന്താണ് ഇവിടെ എന്താണ്? തണുപ്പ് കൂടുതലും എന്താണ്? 6 മാസം പകലും 6 മാസം രാത്രിയാണ്. പിന്നെന്താണ്? ഇവ അതികഠിനമായ ശൈത്യവും അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ജനവാസം കുറവായിരിക്കും. എന്താണ്? നമുക്ക് താമസിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? ജനസംഖ്യ വളരെ കുറവാണ്. ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എന്താണ്? ജനസംഖ്യ വളരെ കുറവാണ്. ഓക്കെ, എന്താണ് അടുത്ത പറയാം? അവിടെയുള്ള ആൾക്കാരെന്താണ്? അവരുടെ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയൊക്കെ എങ്ങനെയെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇഗ്നോട്ടുകൾ വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക നിവാസികൾ എന്താണ് പറയുന്നത്? ഇഗ്നോട്ടുകൾ എന്നാണ് പറയുന്നത്. അവയെന്താണ്? നായകളെ ഉപയോഗിച്ചാണ് സ്ലെഡ്ജ്. ഇങ്ങനെയാണ് അവരെ സഞ്ചാര മാർഗ്ഗത ഇങ്ങനെയാണ്. ഓക്കെ, ഇത് അവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഓക്കെ, 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ, അപ്പോൾ എന്താണ്? അവിടുത്തെ പ്രാദേശികരെ എന്താണ്? ഇഗ്നോട്ടുകളെന്നും അവർ താമസിക്കുന്ന വീടുകൾ വാസസ്ഥലങ്ങൾ എന്താണ്? ഇഗ്ലു എന്നും പറയുന്നു. ഒക്കെ എന്താണ്? ഇവർ 6 മാസം ഈ ശൈത്യം അനുഭവപ്പെടില്ലേ? അപ്പോൾ എന്താണ്? അവർ ഇഗ്ലുവിനകത്ത് നിന്ന് പുറത്തിറങ്ങില്ല. ഇതാ ഇഗ്ലുവിൻ്റെ പിക്ചറൊക്കെ അവിടെ നൽകി. ഇതാണ് ഇഗ്ലു. ഓക്കെ, അപ്പോൾ അവിടെ കാണപ്പെടുന്ന സസ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. പന്നൽ, പായൽ തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവ രണ്ടും മാത്രമേ അവിടെ വളരുള്ളൂ. കാരണം എന്താണ്? അതിശക്തമായ ശൈത്യമാണ് അവിടെ 6 മാസമൊക്കെ അനുഭവപ്പെടുന്നത്. പിന്നെ എന്തൊക്കെയുണ്ടോ? തിമിംഗലമുണ്ട്, പിന്നെ മറ്റു ചില മത്സ്യങ്ങളുണ്ട്, ഹിമമൂങ്ങയുണ്ട്, സീലുണ്ട്, ഹിമക്കരടിയുണ്ട്. അവിടെ പ്രധാന ജീവിതമാർഗ്ഗം എന്താണ്ട? വേട്ടയാടലും മത്സ്യബന്ധനമാണ്. ഓക്കെ, അപ്പോൾ അവിടെ പന്നലും പായലും പോലുള്ള സസ്യവർഗ്ഗങ്ങളെ അവിടെ കാണത്തുള്ളൂ. പിന്നെന്തുണ്ട്? തിമിംഗലം, ഹിമക്കരടി, ഹിമമൂങ്ങ പോലുള്ള ജന്തുവർഗ്ഗങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും എന്താണ്? അവിടുത്തെ ജനവിഭാഗങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്തായിരിക്കും? മത്സ്യബന്ധനമാണ്. പിന്നെന്തായിരിക്കും? വേട്ടയാടലുകളുമാണ്. ഓക്കെ, അപ്പോൾ ഇഗ്ലു നമ്മൾ പറഞ്ഞു എന്താണ്? ഇഗ്നോട്ടുകൾ, അവിടുത്തെ ഇഗ്നോട്ടുകൾ എന്ന് പറയുന്ന പ്രാദേശികവാസികൾ താമസിക്കുന്ന വാസസ്ഥലമാണ് ഇഗ്ലു എന്ന് പറയുന്നത്. അവരെന്താണ്? ഈ ഇഗ്ലുവിനകത്ത് പുറത്തിറങ്ങാറില്ല. കാരണം 6 മാസം പുറത്തിറങ്ങാൻ കഴിയാത്ത അതിശൈത്യമാണ് അവിടെ അനുഭവപ്പെടുന്നത്. തുകൽ കൊണ്ട് നിർമ്മിച്ച ചെരുപ്പുകളൊക്കെയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അവിടെ വസ്ത്രം എങ്ങനെ ആയിരിക്കും? രോമങ്ങൾ കൊണ്ടുള്ള, അതായത് ചെമ്മരിയാടിൻ്റെയൊക്കെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അവരവിടെ ധരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാലാവസ്ഥയിൽ താമസിക്കുന്ന ജനജീവിതവും അവിടുത്തെ സസ്യവർഗ്ഗങ്ങളും ജന്തുക്കളെയും പറ്റിയൊക്കെ പഠിച്ചു. അടുത്ത മരുഭൂമികൾ. അപ്പോൾ എന്തായിരിക്കും മരുഭൂമി? അവിടെ തണുപ്പായിരുന്നു നേരത്തെ പറഞ്ഞു. അടുത്ത പറയുന്നത് എന്താണ്? മരുഭൂമിയിൽ എന്തായിരിക്കും? അതിശക്തമായ എന്താണ്? താപമായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ചൂട് കൂടുതലായിരിക്കും. ഓക്കെ, ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് ഉഷ്ണ മരുഭൂമികളുള്ളത്. ഇവിടെ വിശാലമായ മണൽപ്പരിപ്പുകളാണ്. എങ്ങോട്ട് നോക്കിയാലും മണൽക്കൂനകളാണ്. അവിടെ എന്താണ്? സസ്യങ്ങളൊക്കെ കുറവായിരിക്കും. മുൾച്ചെടികളും പിന്നെ കുറ്റിക്കാടും അങ്ങനത്തെ കള്ളിമുള്ളിച്ചെടികളൊക്കെ ആയിരിക്കും ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഇവിടെ താപം വളരെ കൂടുതലാണെങ്കിലും രാത്രി എന്താണ്? തണുപ്പുമായിരിക്കും. അപ്പോൾ എന്താണ്? മരുഭൂമികളിൽ പകൽ സമയത്ത് അതികഠിനമായ എന്താണ്? താപവും, എന്നാൽ രാത്രി എന്താണ്? തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. ജലദൗർലഭ്യമുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ എന്താണ്? ജനങ്ങൾ വളരെ കുറവാണ്. അടുത്ത എന്താണ്? ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? വരൾച്ചയും മണൽക്കാറ്റുകളാണ്. അപ്പോൾ ഉഷ്ണ മരുഭൂമികൾ എന്താണ്? വരൾച്ചയും മണൽക്കാറ്റുകളുണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് എന്താണ്? അവരവർ ജനജീവിതം ദുസ്സഹമാക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇവരെന്താണ് മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളാണ് മരുഭൂമി നിവാസികൾ ധാരാളം ധരിക്കുന്നത്. അവരവിടെ ചരക്ക് നീക്കത്തിന് സഞ്ചാരത്തിന് ആരെയാണ് ആശ്രയിക്കുന്നത്? ഒട്ടകങ്ങളെയാണ്. നമ്മൾ നേരത്തെ ആര് പറഞ്ഞു? നേരത്തെ നായ്ക്കളെ കെട്ടിവലിച്ചിട്ടുണ്ടെന്ന സ്ലെഡ്ജുകളാണ് എന്താണ് അവിടെ നമ്മൾ പറഞ്ഞു വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഇവിടെ മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ വരുമ്പോൾ എന്താണ്? ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ എന്താണ്? പകൽ സമയത്ത് താപം കൂടുതലാണ്, രാത്രി എന്താണ്? തണുപ്പുമാണ്. പിന്നെ എന്താണ്? മുൾച്ചെടികളും മറ്റേ കള്ളിമുൾ ചെടികളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇവിടെ അതിശക്തമായ എന്താണ്? ഉഷ്ണക്കാറ്റുകൾ വീശുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്താണ്? ഇവിടെ എന്താണ്? ജനവാസം വളരെ പരിമിതമാണ്. എവിടെയാണ്? ഉഷ്ണ മരുഭൂമികളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാലാവസ്ഥ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞു? നമ്മൾ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ ധ്രുവപ്രദേശങ്ങളോട് അടുത്തുള്ള രാജ്യങ്ങളുടെ ജനജീവിതത്തെ പറ്റിയും അവിടുത്തെ ജന്തുവർഗ്ഗങ്ങളും അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗവും പറഞ്ഞു. പിന്നെ ഉഷ്ണ മരുഭൂമികളിലെ എന്താണ് സവിശേഷതകളും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ എന്താണ്? ഒരു കാലാവസ്ഥ വ്യതിയാനം. അപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ UNEP UNEP എന്താണ്? നമ്മുടെ ലോകത്ത്, അതായത് നമ്മുടെ ഭൂമി നേരിടുന്ന പല പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ എന്താണ് അവരെന്താണ് ആഗോളതലത്തിൽ സമ്മേളിക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് മോളിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് എലിസബത്ത് വറ്റി. അപ്പോൾ അവർ ഏത് രാജ്യക്കാരിയാണ്ട? കെനിയാണ്. അപ്പോൾ ഇവരുടെ പ്രശസ്തമായ പ്രസംഗം എവിടെയാണ്ടാണ് നടന്നത്? 2021 ഒക്ടോബർ 31. എന്താണ്ട് ആ പ്രസംഗത്തിൽ ആ സമ്മേളനം എന്താണ്ട്? ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 2021 നമ്മുടെ UNO നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി എവിടെ വെച്ച് നടന്നു? അത് ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നു. എവിടെ വെച്ച് നടന്നറ? ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നു. 2021 എന്താണ്? ഒക്ടോബർ 31 ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നു. അവിടെ നടത്തിയ കാലാവസ്ഥ എന്താണ്? വ്യതിയാനങ്ങൾക്കെതിരെ എന്താണ് ഒരു പ്രശസ്തമായ പ്രസംഗം നടത്തിയ ആ വ്യക്തിയുടെ പേരെന്താണ്? എലിസബത്ത് വറ്റി. എന്താണ്? എലിസബത്ത് വറ്റി. ഓക്കെ, എന്താണ് പറയുന്നത്? ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവർ കെനിയൻ രാജ്യക്കാരിയാണ്. അവിടെ 20 കോടി ജനങ്ങളാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025 ഞങ്ങളിൽ പലരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നു എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. അപ്പോൾ ഇങ്ങനെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ് ആരാണ്? എലിസബത്ത് വറ്റി 2021 ഒക്ടോബർ 31 ഗ്ലാസ്ഗോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക കാലാവസ്ഥ ഉച്ചകോടിയിൽ പറയുണ്ടായി. അപ്പോൾ നമുക്കിവിടുത്തെ ചോദ്യം നമുക്ക് മനസ്സിലായില്ല. എന്താണ് ചോദിക്കുന്നത്? 2021 എന്താണ് കാലാവസ്ഥ ഉച്ചകോടി എവിടെ നടന്നു? ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണോ? ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ കല്ലെറിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം അടുത്ത. ഹരിത കേരള മിഷൻ. ഓക്കെ, അപ്പോൾ ഹരിത കേരള മിഷൻ നമ്മൾ ഇത്ര പഠിച്ചാൽ പോരാ, അതെന്താണ് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ കേരള ഭരണരംഗത്തിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്? ഇതിൽ വരുന്ന കുറച്ച് ലക്ഷ്യങ്ങളാണ്. കാരണം നമ്മളെ കൂടുതൽ കൺഫ്യൂസിങ് ആക്കാനുള്ള കുറച്ച് കാര്യം ഇവിടെ ഉണ്ട്. എന്താണ്ട? ഹരിത കേരള മിഷൻ്റെ ഭാഗമായി വരുന്ന കുറച്ച് ഉപപദ്ധതികളാണ് പറയുന്നത്. എന്താണ്ട? മണ്ണ് ജല സംരക്ഷണം. അപ്പോൾ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ് നമ്മുടെ മണ്ണ് ജല സംരക്ഷണം. പിന്നെന്താണ്ട? ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ഹരിത കേരള മിഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ്ട? മണ്ണ് സംരക്ഷണം, അതായത് മണ്ണ് മലിനീകരണത്തിനെതിരെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. പിന്നെ ജലസംരക്ഷണം, ജലമലിനീകരണം കുറയ്ക്കുക. പിന്നെ എന്താണ്ട? ശുചിത്വം. അപ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ശുചിത്വത്തെ കണക്ട് ചെയ്ത് മാലിന്യ സംസ്കരണം പറ്റും. അപ്പോൾ ശുചിത്വം, മാലിന്യ സംസ്കരണം. പിന്നെന്താണ്? ജൈവ കൃഷി. ഇപ്പോൾ 4 നമ്മൾ പഠിച്ച് മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി, ശുചിത്വം, മാലിന്യ സംസ്കരണം. ഓക്കെ, ഇത്രയും മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഹരിത കേരള മിഷൻ സർക്കാർ രൂപപ്പെടുത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏതാണ്ട
ഹരിതകർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ എന്താണ് ഇവയുടെ കർമ്മ പരിപാടികളാണ്. അപ്പോൾ ഹരിത കേരള മിഷൻ്റെ കർമ്മ പരിപാടികൾ ഏതൊക്കെയുണ്ട? പച്ചത്തുരുത്തും ഹരിത കർമ്മസേന. എന്താണ്ട? പച്ചത്തുരുത്തും ഹരിത കർമ്മസേന. അപ്പോൾ ഹരിത കേരള മിഷൻ നമ്മൾ കേരള സർക്കാർ നടപ്പിലാക്കി. എന്തോന്നിനൊക്കെയാണ് നടപ്പിലാക്കിയത്? മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി. ഓക്കെ, ഇതിനകത്ത് വരുന്ന ഉപപദ്ധതികൾ എന്തൊക്കെയുണ്ട്? ഹരിതകർമ്മസേന നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് പ്ലാസ്റ്റിക് ശേഖരണത്തിനൊക്കെ വരുന്ന ഹരിതകർമ്മസേന എന്താണ്? ഹരിത കേരള മിഷൻ്റെ ഭാഗമാണ്. പിന്നെന്താണ്? പച്ചത്തുരുത്ത് പദ്ധതി. എന്താണ്ട? പച്ചത്തുരുത്ത് പദ്ധതി. പച്ചത്തുരുത്ത് പദ്ധതി ഏതിൻ്റെ ഉണ്ട്? ഹരിത കേരള മിഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു പാഠം വരുന്നു. എന്താണ് നമ്മൾ സൗരയൂഥത്തെ പറ്റി പഠിച്ചു, എന്താണ് ഗാലക്സികൾ പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കളെ പറ്റി പറഞ്ഞു, ക്ഷുദ്രഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ ഉൽക്കകളെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മൾ വിവിധ കാലാവസ്ഥ മേഖല പറഞ്ഞു. എന്താണ്? ഉഷ്ണ മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ, അവിടുത്തെ ജനജീവിതം എങ്ങനെയായിരിക്കും, അവിടെ സസ്യജന്തുജാലങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെന്താണ്? നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ സസ്യജന്തുജാലങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ജീവിത രീതികളും പറ്റിയും പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ പാഠം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ. അവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്ടാ? താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട? ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നും വിശ്വസിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. അടുത്ത എന്താണ്ട? മെഗല്ലൻ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയാണ് ഭൂമി പരന്നതാണെന്ന് തെളിയിച്ചത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ അവിടെ ശരിയല്ലാത്ത എന്താ ചോദിച്ചത്? ശരിയല്ലാത്തത് ശരിയല്ല. ശരി അല്ലാത്തത് ഏതാണ്? 1, 2 മാത്രമാണോ? അതോ ബി 1, 2, 3 സി എന്താണ്? 3 മാത്രമാണോ? ഡി എന്താണ്? 1, 2, 3 എന്നിവയെല്ലാം നമ്മുടെ ആൻസർ ഏതാണ്ട? നമ്മുടെ ആൻസർ ഏതാണ്? സി 3 മാത്രമാണ്. ഏതാണ്ട 3 മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞാലാണ് പോളണ്ടുകാരനെ കോപ്പർനിക്കസ് ആണ്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് അത് സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു എന്ന് പറഞ്ഞ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. പിന്നെന്താണ്ട? മെഗല്ലൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയാണ് ഭൂമി പരന്നതാണ് തെളിയിച്ചത്. അല്ല, അതായത് അതിന് മുമ്പും എന്താണ് കുറച്ച് പേര് പറഞ്ഞു. ആരൊക്കെ? നമ്മുടെ ഗ്രീക്ക് തത്വചിന്തകരായ തേൽസും പൈതഗോറസും എന്താണ് ഭൂമി ഗോളാകൃതിയാണെന്ന് മെഗല്ലന് മുമ്പേ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭൂമിക്ക് എന്താണ് ഗോളാകൃതി എന്ന് പറഞ്ഞു വെക്കാതെ എന്താണ് അവിടെ ഭൂമിയുടെ ആകൃതിക്ക് നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്. എന്താണ്? ജിയോയിഡ്. അതായത് എന്താണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖ പ്രദേശം അല്പം വീർത്തതായി. അതായത് ധ്രുവങ്ങൾ എന്താണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശമല്ലേ മധ്യഭാഗം, അതല്പം വീർത്തതായി ജിയോയിഡ് എന്ന് പറയുന്ന ആകൃതിയാണ് ഭൂമിക്ക്. അത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതാണ്? അതായത് നമ്മുടെ ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന മേഖല അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഊന്നൽ നൽകാത്ത മേഖല ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ മണ്ണ് ജല സംരക്ഷണം, ബി മാലിന്യ സംസ്കരണം, സി നഗര ഗതാഗത വികസനം, ഡി ജൈവ കൃഷി. ഏതാണ്? നമ്മൾ നോക്കി ഏതാണ് നമ്മുടെ ആൻസർ? ഏതാണ്ട ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ ഹരിത കേരള മിഷൻ ഏതൊക്കെ മേഖല ഊന്നൽ നൽകുന്ന? ഒന്ന് എന്താണ്? ശുചിത്വം, 2 മാലിന്യ സംസ്കരണം, പിന്നെന്താണ്? മണ്ണ് ജല സംരക്ഷണം. ഇവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ജൈവ കൃഷിക്ക് ഊന്നൽ നൽകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ്? നഗര ഗതാഗത വികസനത്തിന് എന്താണ് അവിടെ ഊന്നൽ നൽകുന്നില്ല. അടുത്ത നോക്കാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പാറ, പൊടി, ഐസ് എന്നിവയാൽ നിർമ്മിതമായതും സൂര്യനോടടുക്കുമ്പോൾ വാൽ പ്രകാശിതമായതുമായ സൗരയൂഥത്തിലെ സന്ദർശകരാരാണ്? വാൽ നക്ഷത്രങ്ങളാണോ? അതോ ഉൽക്കകളാണോ? അതോ കുള്ളൻ ഗ്രഹങ്ങളാണോ? അതോ ഉപഗ്രഹങ്ങളാണോ? നമ്മൾ പറഞ്ഞു എന്താണ് ഇവ എന്താണ്? നിത്യസന്ദർശകരല്ല. അതായത് വല്ലപ്പോഴും അതിഥികളെ പോലെയാണ് സൗരയൂഥത്തിലേക്ക് ഇവ വരുന്നത്. ഇവ പറയുന്ന വേറൊരു പേര് നമ്മൾ പറഞ്ഞ എന്താണ്? ധൂമകേതുക്കൾ. ഇവ എന്താണ്? സൂര്യനോട് അടുക്കുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ അഗ്രഭാഗം എന്താണ്? തിളങ്ങുന്നു. അതുകൊണ്ട് ഇവ എന്തെന്ന് പറയുന്നു? വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ എ വാൽ നക്ഷത്രമാണ്. ഓക്കെ, നമ്മളത് പഠിച്ച് സെറ്റായ കാര്യമാണ്. പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമേത്? ഓക്കെ, ഓപ്ഷൻ എ ഫിൻലാൻഡ്, ബി കാനഡ, സി നോർവേ, ഡി ഐസ്ലാൻഡ്. ഏതാണ്ടാ നമ്മുടെ ആൻസർ? ഏതാണ്ടാ? സി നോർവേ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിൻലാൻഡ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു നോർവ ഒരു സ്കാൻഡിനേവിയൻ രാജ്യം എന്ന് പറഞ്ഞു. ഓക്കെ, സ്കാൻഡിനേവിയൻ രാജ്യത്ത് വരുന്നത് ഫിൻലാൻഡ് ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. ഓക്കെ, കാനഡ ഒരു സ്കാൻഡിനേവിയൻ രാജ്യം അല്ല. പിന്നെ ഐസ്ലാൻഡ് എന്താണ്? ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇതുവരെ നമ്മൾ എന്ത് നോക്കി? നമ്മുടെ കേരള ഭരണരംഗത്തിൽ വരുന്ന കുറച്ച് എന്താണ് പദ്ധതികൾ വരുന്ന ഒരു പാഠഭാഗം നമ്മൾ നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ് അത് നോക്കിയത്. പിന്നെ എന്താണ് നമ്മുടെ
എന്താണ് പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി, കുറച്ച് ഗ്രഹങ്ങളുടെ സവിശേഷതകളും, പിന്നെ കുറേ 2 കാലാവസ്ഥ മേഖലകളെ പറ്റി പറഞ്ഞു. പിന്നെ ആ 2 പാഠഭാഗമായിട്ട് വരുന്ന എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻസ്, നല്ല 2 5-6 ക്വസ്റ്റ്യൻസ് എന്താണ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആണ് ഇവിടെ കഴിഞ്ഞത്. അതായത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്താണ് പാർട്ട് 1 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും എന്താണ് നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രത്തോളം റിവൈസ് ചെയ്യുന്നതിലാണ് നമുക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. വെറുതെ പഠിക്കുക മാത്രം ചെയ്യരുത്, ഒരുപാട് ചോദ്യ പേപ്പറുകൾ എന്താണ് വർക്കൗട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം.